ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1277 പ്രതിദിന സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് 2024 ഫെബ്രുവരി 29 വ്യാഴാഴ്ച, IFPH ആരംഭിച്ചതിന് ശേഷം ആദ്യമായി ലഭിച്ച അധിക ദിനം. ഇനി നമുക്ക് 4 വർഷം കാത്തിരുന്നാൽ മാത്രം ലഭിക്കുന്ന ദിനം. ഇന്ന് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ നമ്മുടെ സൂമിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതനായ ഡോക്ടർ NK മനോഹരൻ, കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലെ മിൻഹാൻസിലെ മെഡിക്കൽ ഓഫീസർ. 35 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് ഡോക്ടർക്കുള്ളത്. ഇതിനു മുമ്പ് നമുക്ക് മിയാസത്തെ ഒരു പുതിയ മാനം നൽകി നമുക്ക് വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട്. ഇന്നും ഡോക്ടർ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ടാണ് ഡോക്ടർ എത്തിയിരിക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹോമിയോപ്പതിയിൽ എന്ന വിഷയത്തിൽ നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് NK മനോഹരൻ ഡോക്ടറെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏതാണ്ട് 1 വർഷത്തിന് മുമ്പാണ് നമ്മൾ കണ്ടതെന്ന് തോന്നുന്നു. വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഒന്നുകൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വ്യാസത്തെക്കുറിച്ചായിരുന്നു തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും ഉപയോഗിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പക്ഷേ അത് എവിടെ, എപ്പോൾ, എങ്ങനെ എന്ന് മാത്രമേ നമുക്കറിയാൻ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നാടോടുമ്പോൾ നടുവേ ഓടണം എന്നൊരു ചൊല്ലില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഓട്ടത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളെ നിത്യജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സന്താപങ്ങളും സംഘർഷങ്ങളും എല്ലാം ഇതിനോടകം തന്നെ കടന്നു പോയിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചാണെങ്കിൽ 1-2 മരണങ്ങളടക്കം കഴിഞ്ഞുപോയി. പിന്നെ ഒരു കൊറോണ എന്നിലൂടെ കടന്നുപോയി. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച ഒരു നീണ്ടു നിന്ന ഒരു പനിക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 2023 എനിക്ക് എന്തുകൊണ്ടും ദുഃഖങ്ങൾ നിറഞ്ഞതും അതുപോലെ തന്നെ രോഗങ്ങൾ നിറഞ്ഞതുമായ ഒരു വർഷമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അധികം ഒരു ഫീൽഡിലും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. വളരെ ഒതുങ്ങി കഴിഞ്ഞു കൂടെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഓർത്തില്ല, നിങ്ങളെല്ലാം മറന്നിട്ടുണ്ടാകുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മളെ ധനേഷ് ഡോക്ടർ വിളിച്ചപ്പോൾ സന്തോഷം തോന്നി. അപ്പം ഞാനൊന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നൊന്നുമല്ല. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും എന്നെ വിളിച്ച സ്ഥിതിക്ക് നിങ്ങളുമായിട്ട് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം കൂടുതൽ ഞാൻ ഈ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് കാര്യം വളരെ നിസ്സാരമാണ്. പക്ഷെ അത് എവിടെയാണ്, എങ്ങനെയാണ് നമുക്ക് പലർക്കും അറിയില്ല. അപ്പോൾ അത്തരം കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഒരു സാധാരണ ക്ലാസ്സിൽ നമ്മളൊരു മെഡിക്കൽ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മുമ്പിലിരുന്ന് കുറേ ആൾക്കാർ നോട്ട്സ് എഴുതുന്നതാണ്. നോട്ട്സ് എഴുതുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ അവർ ടിപ്സാണ് എഴുതുന്നത്. ഓരോ ഡോക്ടർ അദ്ദേഹം ഒരു രോഗിയെ ചികിത്സിച്ചു, അത് ഭേദമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പിലിരുന്ന് ഈ ടിപ്പ് എഴുതുന്നവരുടെ ഒരു ചോദ്യം ഉണ്ടോ, ഏത് മെഡിസിനാണ് കൊടുത്തത്, വിച്ച് മെഡിസിൻ? അപ്പോൾ ഡോക്ടർ മെഡിസിൻ്റെ പേര് പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം ഡോസ്, അത് വേറൊരാളായിരിക്കും. ഇങ്ങനെ കുറേ ഡോസും ഇതെല്ലാം എഴുതിയെടുത്ത് കൃത്യമായിട്ട് ഈ നോട്ട്സുമായിട്ട് അവർ ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നോക്കിയിരിക്കുകയാണ് ആ ഒരു പേഷ്യൻ്റ് വരാൻ. ഇപ്പോൾ ഒരു ടൈഫോയിഡ് ആയിരിക്കും ഇങ്ങനെ പറഞ്ഞത്, ആ ടൈഫോയിഡ് പേഷ്യൻ്റ് വരാൻ കാത്തിരിക്കുക. ആ ടൈഫോയിഡ് വരുമ്പോൾ നമ്മുടെ ഈ കുറിപ്പ്, ഈ ടിപ്പ് എടുത്തങ്ങ് കൊടുക്കുകയാണ്. അസുഖം കുറയത്തില്ല. അടുത്തത് ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തി 2-3 മെഡിസിൻ കൂട്ടിക്കലർത്തി കൊടുത്തു പോകും, കുറയത്തില്ല. ടിഞ്ചർ കൊടുത്തു പോകും, കുറയത്തില്ല. അവസാനം അവർക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ ഉണ്ടാകും കേസ് എടുത്ത് കഴിയുമ്പം, ആ മെഡിസിൻ കൊടുക്കും, അത് കുറയും. എന്ന് വെച്ചിട്ട് ഈ ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ടിപ്പ് പറയുന്ന ഡോക്ടർമാർ മോശക്കാരാന്നല്ല ഞാൻ പറഞ്ഞത്. അവർ
കൊടുത്ത സാഹചര്യങ്ങളും പേഷ്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ന്യാസം, അങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ച് ഈ കേസ് മുഴുവൻ കേട്ടതിന് ശേഷം അവരുടെ മെൻ്റൽ തലത്തിലുള്ള സിംറ്റം എല്ലാം എടുത്തതിന് ശേഷം പുള്ളിക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയ ഒരു മെഡിസിനാണ് പുള്ളി ആ പേഷ്യൻറ്റിന് കൊടുത്തിരിക്കുന്നത്. ഈ ടിപ്പ് എഴുതിക്കൊണ്ട് പോയിരിക്കുന്ന ആൾ ഒരിക്കലും അങ്ങനത്തെ പേഷ്യൻറ്റിനെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധ്യതയില്ല. ഡോക്ടർ ഹനുമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരേ അസുഖമുള്ള 2 വ്യക്തികളിൽ 2 സിംറ്റങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. മാൻ ആസ് ആൻ ഇൻഡിവിജ്വൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ നമ്മളെ എപ്പോഴും പേഴ്സണാലിറ്റി കീപ്പ് ചെയ്ത് വേണം. നമ്മളെ വ്യക്തിത്വം ഓരോ വ്യക്തിക്കും ഉണ്ട്, ഓരോ അസുഖത്തിനും ഉണ്ട്, ഓരോ വ്യക്തികളും സംഘടിക്കും. ഇത്തരം ചെറിയ ചെറിയ ഡിഫറൻസുകൾ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഒരിക്കലും ഒരു ടിപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആരോടും ടിപ്പ് ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ 24 മണിക്കൂറും ഹോമിയോപ്പതിക്ക് മാത്രമുള്ള ഒരു ശാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അലോപ്പതി പഠിച്ച് ഇറങ്ങുന്ന ഒരു ഡോക്ടർക്ക് ഇപ്പോൾ പനി എന്ന് പറഞ്ഞാൽ അവർക്കൊരു കോമ്പിനേഷൻ ഉണ്ട്. അത് തിരുവനന്തപുരം ഒരു കാസർഗോഡ് വരും, കാസർഗോഡ് ഒരു കണ്ണൂരും എല്ലാം അവർ ഒറ്റ മെഡിസിൻ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ലാബ് ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക് എന്തെങ്കിലുമൊക്കെ അവർ കൊടുക്കും. ഞാൻ പറയുന്നത് നല്ലപോലെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. അപ്പോൾ അങ്ങനെ അവർക്ക് ആ ഒരു മരുന്ന് കൊടുക്കും. പക്ഷെ മറിച്ച് നമുക്ക് അങ്ങനെയല്ല. ഓരോ പേഷ്യൻറ്റിനും പ്രത്യേകമായിട്ട് അവരുടെ കേസ് എടുത്ത് നമ്മളത് പഠിച്ച് അങ്ങനെ വേണം മരുന്ന് കൊടുക്കാൻ. എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിക്കാരന് ഒരിക്കലും ജീവിതത്തിൽ പുസ്തകം താഴെ വെക്കാൻ നേരമുണ്ടാകത്തില്ല. ഒരു കണക്കിന് നല്ലതാണ്. പക്ഷെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളും മനുഷ്യരാണ്, നമുക്ക് കുറച്ച് ഫ്രീഡമൊക്കെ വേണം, നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം വേണം. ആഴ്ചയിൽ 7 ദിവസം ഇല്ലെങ്കിലും 6 ദിവസവും 24 മണിക്കൂറും ഇല്ലെങ്കിലും 8 മണിക്കൂറെങ്കിലും വെച്ച് നമ്മൾ ഇങ്ങനെ ക്ലിനിക്കിൽ പോയിരിക്കുകയാണ്. പേഷ്യൻ്റ് വന്നാലും ഇല്ലെങ്കിലും ഈ വരുന്ന പേഷ്യൻറ്റിനെ ശരിക്കും സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ മെഡിസിൻ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം അതിനൊക്കെ ഈ ഡോക്ടറെ ഒരു വർക്ക് ലോഡ് കുറയ്ക്കുക, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞ ആ സമയത്തൊക്കെ റെപ്പർട്ടറി വലിയൊരു അത്ഭുതമായിരുന്നു. അതന്ന് പുസ്തക രൂപത്തിലും കാർഡ് രൂപത്തിലും ഒക്കെ ഉള്ളതാണ്. അത് വെച്ചിട്ട് നമുക്ക് കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം പരമാവധി നല്ല ഹൈ സ്പീഡിൽ ചെയ്ത ഒരു 10-ൽ താഴെ പേഷ്യൻറ്റിനെ മാത്രമേ ക്രോണിക് കേസിൽ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും വീട്ടിൽ പോയിരുന്ന് ഈ റെപ്പർട്ടറൈസേഷൻ നടത്തേണ്ടി വരും. അതിൽ നിന്നൊരു മാറ്റമായിരുന്നു ഹോം ബാത്തും റഡാറും പോലുള്ള സോഫ്റ്റ്വെയറുകൾ വന്നു കഴിഞ്ഞപ്പോൾ. അത് തന്നെ നമ്മളെ എന്തുമാത്രം മാറ്റിമറിച്ചു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ സോഫ്റ്റ്വെയറുകളും പഴഞ്ചനായി മാറിയിരിക്കുന്നു. അത് ഞാൻ അവരെ ഇകഴ്ത്തി പറയുകയല്ല. അതിൻ്റെ പ്രവർത്തനത്തെക്കാൾ മികച്ച രീതിയിൽ നമുക്ക് ഇന്ന് കണ്ടെത്താൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് ഹോമിയോപ്പതിയിൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു വേർഡിൽ തന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന, മനുഷ്യൻ കൊടുക്കുന്ന ഒരു ബുദ്ധി മാത്രമാണ് ഇതിനുള്ളത്. ഇത് വലിയ ആനക്കാര്യമൊന്നുമല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളങ്ങ് വലിയ സംഭവം എന്നൊക്കെ ഒന്നുമല്ല. ഇത് വളരെ സിമ്പിളാണ്. നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഒരു ലോട്ടറി അടിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറേ പൈസ വന്നു. നമുക്ക് ഈ കാലത്ത് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? നേരെ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. ബാങ്കുകാരെന്ത് ചെയ്യും? അവരുടെ ഹെഡ് ഓഫീസിലേക്ക് മാറി അങ്ങനെ അത് പോയി ഇന്ത്യ ഗവൺമെൻറ് ഓരോ കാര്യത്തിനൊക്കെ എടുക്കും. പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റും പൈസയെല്ലാം തിരിച്ചു കിട്ടും. നമ്മൾ പക്ഷേ ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പം പോയി അവിടുത്തെ ഒരു ക്ലർക്കിനെ കണ്ട്, അല്ലെങ്കിൽ ഒരു ചെക്ക് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ചെല്ലാൻ മേടിച്ച് പൂരിപ്പിച്ച് കൊടുത്ത്, അവിടുന്ന് അയാൾ രജിസ്റ്ററിലെല്ലാം എഴുതി ഒരു കൂപ്പൺ തരും, അല്ലെങ്കിൽ ഒരു ടോക്കൺ തരും. നമ്മൾ ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്ത് പോയിരിക്കുന്നു. അവിടെ വിളിക്കുമ്പോൾ നമ്മൾ പോയി പൈസ മേടിക്കുന്നു. ഇത്രയേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവം. ഇത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ കുറേ ഡാറ്റകൾ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ചതിൽ കുറേ കീ വേർഡുകളുണ്ട്. ഞാൻ പറഞ്ഞൊരു 1000 കീവേഡ് ഉണ്ടെന്ന് വെച്ചു. ഈ 1000 കീവേഡുകളും കൂടെ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ, ഒരു വലിയ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സെർവറിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്. അങ്ങനെ പല ഭാഷകളുള്ള ലക്ഷക്കണക്കിന് വാക്കുകളായിരിക്കും നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്ന, ചുമ്മാതെ പറയുന്ന കാര്യങ്ങളിൽ പോലും അത് കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ വരുമ്പോൾ കീവേഡുകളാണ്. സൗണ്ട് കിട്ടുന്നില്ല അല്ലേ? സൗണ്ട് ഉണ്ട്, പക്ഷേ ഇച്ചിരി പച്ചത്തിലാണേ കൊള്ളാം. ശരി. എന്താ ഞാൻ ആദ്യം ചോദിച്ചത്, മൈക്കിൻ്റെ ഇച്ചിരി പ്രശ്നമാണ്. ഇപ്പൊ കുറച്ചുകൂടെ സൗണ്ട് വന്നോ? ഇല്ലല്ലേ? അല്പം കൂടിയിട്ടുണ്ട്. ഹലോ, ഇപ്പോഴോ? കുഴപ്പമില്ല. ഇത് പറിച്ചുണ്ടാവുമെന്നൊരു സംശയമുണ്ട്. അപ്പം
നമ്മൾ ഈ ബാങ്കിൽ പൈസ എടുക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. നമ്മൾ കുറേ വാക്കുകൾ പറയുന്നു, പല ഭാഷകളിലുള്ള ലക്ഷക്കണക്കിന് വാക്കുകൾ ഒരു കമ്പ്യൂട്ടർ സെർവറിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയും പിന്നീട് അതിനെ കണ്ടെത്താൻ ഗൂഗിൾ സെർച്ച് പോലെ അല്ലെങ്കിൽ അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിൻ അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ആ സെലക്ട് ചെയ്തിരിക്കുന്ന വാക്കുകളെ വീണ്ടും തിരിച്ചെടുത്ത് നമുക്ക് കാണിച്ചു തരാൻ ഒരു ഡിസ്പ്ലേ ആയിട്ട് കാണിച്ചു തരാനുള്ള ഒരു സംവിധാനം. ഇത്രയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏത് ഉപകരണത്തിൽ ഉപയോഗിച്ചാലും ഏത് തരം പദ്ധതികളിൽ അത് ആവിഷ്കരിച്ചാലും ഇത്രയാണ് അത് ചെയ്യുന്നത്. മറിച്ച് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ എന്നൊക്കെ ഗൂഗിളിൻ്റെ സെർച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് രൂപ മുടക്കി വലിയ വലിയ സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തു നിന്ന് ഈ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ തിരഞ്ഞെടുത്ത് കയറിയാണ്. നമ്മൾ ഇത്രയും കാലം നമ്മൾ എന്തറിയണമെങ്കിലും ഒന്നേൽ ഗൂഗിൾ സെർച്ച് ചെയ്യും, അതല്ല യൂട്യൂബിൽ സെർച്ച് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഇപ്പോഴും അതിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇത് നമുക്ക് ഹോമിയോപ്പതിയിലും വളരെ വളരെ എനിക്ക് തോന്നുന്നു ഹോമിയോപ്പതിയിലാണ് ഇത് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഭവം. അതിന് നമുക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഇപ്പോൾ തന്നെ റഡാറിലൊക്കെ ചെറിയ രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അത് നമുക്കറിയാൻ പോലുമില്ല. അതുപോലെ ഹോംബാത്തിലും വരും. കാര്യം കോടികൾ മുടക്കുള്ള ഒരു പരിപാടിയാണ്. ഇത് പറഞ്ഞപ്പോൾ സിമ്പിളാണെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ കോടിക്കണക്കിന് രൂപയും ആയിരക്കണക്കിന് മനുഷ്യാധ്വാനവും ഒക്കെ വേണം. നമ്മളിപ്പോൾ ഈ ഹോമിയോപ്പതിയുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഫിലോസഫി, അതുപോലെ തന്നെ മെറ്റീരിയാമെഡിക്ക, അനാറ്റമി, ഫിസിയോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്തെ വേർഡുകൾ മുഴുവൻ നമ്മളൊരു സെർവറിലേക്ക് കൊടുക്കുകയാണ്. ആ സെർവറിൽ നിന്നൊരു സെർച്ച് എഞ്ചിൻ നമ്മളെ കുറേ കീ വേർഡുകൾ അല്ലെങ്കിൽ പേഷ്യൻ്റ് പറയുന്ന കുറേ സിംറ്റം ഉണ്ടാകും. ആ സിംറ്റങ്ങളെല്ലാം നമുക്ക് കീ വേർഡാണ്. നമ്മളെ ഇപ്പോൾ റെപ്പറ്റൈസേഷൻ റൂബ്രിക് എന്ന് പറയുന്നത് പോലെ തന്നെ അത്രയും പാടുപോലുമില്ല. ഈ വേർഡുകൾ, ഈ കീ വേർഡുകൾ തിരഞ്ഞെടുത്തിട്ട് അത് ഒരു പ്രത്യേക അനുപാതത്തിൽ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ, ഒരു പ്രത്യേക രീതിയിൽ ആ സാധനം A to Z അങ്ങനെ ഒരു ഓർഡർ അനുസരിച്ച് ഇത് നിരത്തി കാണിക്കാൻ നമുക്കതൊരു ആർട്ടിക്കിളായിട്ടാണ് തോന്നുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഒരുപാട് ചാറ്റ് ബോട്ടുകൾ ഇൻ്റർനെറ്റിലുണ്ട്. ചാറ്റ് GPT, അതുപോലെ റൈറ്റർ, ക്വിൽബോട്ട, അങ്ങനെയൊക്കെ പറഞ്ഞു നൂറുകണക്കിനുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ ചാറ്റ് GPT ആണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും അങ്ങനെ ഇപ്പോഴത്തെ ഒരു അവസാന വാക്കാണ്. അതിൽ നമ്മൾ എന്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കഥ എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഥ എഴുതി തരും. ഒരു കവിത എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവിത എഴുതി തരും. നമ്മുടെ മെറ്റീരിയാമെഡിക്കയുടെ കുറേ കീവേഡുകൾ കൊടുത്തിട്ട് ഒരു മെഡിസിൻ്റെ രൂപം എഴുതി തരാൻ പറഞ്ഞാൽ അത് എഴുതി തരും. അത്രയും സിമ്പിളാണ്. അപ്പോൾ ഈ സാധനം നമ്മുടെ ഇപ്പം നിലവിലുള്ള സോഫ്റ്റ്വെയറുകളിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരെണ്ണം സൃഷ്ടിച്ചുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു രോഗി പറയുന്ന, നമ്മൾ കേസ് ടേക്കിംഗ് ആണ് ആദ്യം നമ്മളതിൽ നോക്കേണ്ടത്. ഒരു രോഗി പറയുന്ന എല്ലാ വേർഡുകളും ഇതിൽ റെക്കോർഡാവും. ആ റെക്കോർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന വേർഡുകൾ അത് ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ, അതിൻ്റെ ടോൺ പോലും കറക്റ്റായിട്ടായിരിക്കും മാച്ച് ചെയ്യുന്നത്. വളരെ സന്തോഷത്തിൽ പറയുന്ന സങ്കടത്തിൽ പറയുന്നുമുണ്ട്, ഒരേ വാക്ക് തന്നെ. അപ്പോൾ അത് ഏത് ടോണിലാണോ ആ ടോണിൽ പോലും കറക്റ്റായിട്ട് അത് തിരിച്ചറിയുകയും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയായി നിൽക്കും. ഈ നമ്മുടെ എല്ലാ പ്രോസസ്സിനും അവസാനമായിരിക്കും ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് സിംഗിൾ മെഡിസിൻ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം റെപ്പറ്റൈസേഷൻ്റെ ഒരു ചുവട് പിടിച്ച് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ റെപ്പറ്റൈസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ മെഡിസിൻ കിട്ടും. പക്ഷേ നമുക്കറിയാം ഇപ്പം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റഡാറിൽ പോലും റെപ്പറ്റൈസ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഒന്നിലധികം മെഡിസിനൊക്കെ കിട്ടാറുണ്ട്. ചിലപ്പം 5-6 മെഡിസിനൊക്കെ കിട്ടിയെന്ന് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് കൊടുക്കും? നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ പഠിച്ചത് വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അതിലും കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കൺഫ്യൂഷനായിട്ട് അവസാനം നമുക്ക് ഇപ്പോൾ ഒരു 5 മെഡിസിൻ കിട്ടിയാൽ അതിൽ നമുക്ക് തോന്നും ഇന്നത് കൊടുത്തേക്കാം. കറക്റ്റ് ഒരെണ്ണം കൊടുക്കുന്നു, ഏറ്റില്ല, രണ്ടാമത് വരുമ്പോൾ അടുത്ത് കൊടുക്കുന്നു. ഡോക്ടറെ സൗണ്ട് തീരെ കുറഞ്ഞു പോകണം കേട്ടോ, ഞങ്ങൾക്ക് കേൾക്കാൻ മേല ശരിക്ക്, അതെന്തോ പ്രശ്നമാണ്. ഇതിൽ കൂടുതൽ ഹലോ കേൾക്കാവോ? അല്ല, കേൾക്കാമെങ്കിലും ആ ശബ്ദത്തിൽ വ്യത്യാസം വന്നില്ല പിന്നീട്.
അത് സാറ് പറഞ്ഞല്ലോ, ഉറച്ച് സംസാരിച്ചാൽ മൈക്ക് റോഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇതേ പറ്റുള്ളൂ. തൽക്കാലം തുടരും സാറേ. ഇവിടെ തൽക്കാലം തുടരും. പരമാവധി ഗെയിലായിട്ടിരിക്കുന്നത്. അതെ, അത് മതി സാർ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പ്രോബ്ലം ആവും. ഹലോ, പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. അപ്പം ഈ മൈക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും ക്ഷമിക്കുക, പരമാവധി ശ്രദ്ധിച്ചിരിക്കുക. അതേ ചെയ്യാനുള്ളൂ, വേറെ ഒന്നും എനിക്കിവിടെ ചെയ്യാനില്ല. മാക്സിമം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് റെപ്പട്രൈസ് ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെ ഒരു മെഡിസിൻ സിംഗിൾ റെമഡിയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. അത് ഇപ്പോൾ റെപ്പട്രൈസേഷനിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റൂബ്രിക്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. മറിച്ച് ഈ AI വെച്ചിട്ടാണെങ്കിൽ കോടിക്കണക്കിന് വേർഡുകളിൽ നിന്ന് ഈ രോഗികൾ പറയാറുള്ള സകല രോഗികളും പറയാറുള്ള വേർഡുകളിൽ നിന്ന് ഒരെണ്ണം ക്രോഡീകരിച്ചെടുത്തിട്ട് അതിനെ മാച്ച് ചെയ്യുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു മെഡിസിൻ ആയിരിക്കും പറയുന്നത്. ആ മെഡിസിൻ മാത്രമല്ല പറയുന്നത്, മെഡിസിൻ്റെ ഡോസ് പറയും, മെഡിസിൻ്റെ പൊട്ടൻസി പറയും, അതുപോലെ കഴിക്കേണ്ട സമയം, കഴിക്കേണ്ടുന്ന ഭക്ഷണങ്ങൾ, കഴിക്കരുതാത്ത ഭക്ഷണങ്ങൾ, അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം, ഫുഡ്, ഇതെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ പറയുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉള്ള ഒരു ഭയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിർമ്മിത ബുദ്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന് ജോലി ഇല്ലാതാകും, ഡോക്ടർമാരുടെ പണി പോകും എന്നൊരു തോന്നൽ നമുക്കുണ്ടാകാം. അങ്ങനെ പലർക്കും ഭയമുണ്ട്. പക്ഷേങ്കിൽ പണ്ട് നമ്മളെ ഈ കേരളത്തിലേക്ക് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷിയും കുറ്റപ്പെടുത്തുകയല്ല, ചില രാഷ്ട്രീയ കക്ഷികളന്ന് വളരെയധികം അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചവരുണ്ട്. ഇന്ന് അവരാണ് ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ ഇന്ന് എത്ര പേര്, നമ്മളൊരു 100 പേരെ എടുത്താൽ അതിൽ 2-3 പേരെ കൂടുതൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിക്കാത്തവരില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഡോക്ടർമാരുടെ പണി പോകുക എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ, ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന വേർഡിൽ തന്നെ അതിൻ്റെ അർത്ഥം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ മനുഷ്യർ കൊടുക്കുന്ന ആ ഒരു ബുദ്ധി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു അപകടമുണ്ട്. ആ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഇപ്പോൾ 2 റോബോട്ടുകളെ നിർമ്മിച്ചിരിക്കുകയാണ്. റോബോട്ടുകൾ പല പണികളും ചെയ്യുന്നുണ്ട്, നമ്മൾ മനുഷ്യർ ചെയ്യുന്നതും അതിലും കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റോബോട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ ഈ റോബോട്ടുകൾ ഉണ്ടാക്കി വിട്ടു, ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനുള്ള ഒരു സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ആ പേടിക്കുന്ന കാര്യം സംഭവിച്ചൊന്നും വരാം. ഡോക്ടർ ആവശ്യമില്ലാതെ വരും. പക്ഷേ പരമാവധി അങ്ങനെയുള്ള സംഭവം ഉണ്ടാകാൻ ഒരു 1% പോലും സാധ്യതയില്ല. പക്ഷേ വേറൊരു കേസുണ്ട്, നമ്മളിപ്പോൾ ഏതൊരു സോഫ്റ്റ്വെയർ ഇറക്കിയാലും അതിനെ ക്രാക്ക് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വിടുകയും ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരും ചൈനക്കാരുമാണ്. നമ്മളിങ്ങനെ ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ബദൽ അല്ലെങ്കിൽ അതിൻ്റെ പകരക്കാരൻ എത്തിയിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നല്ല ഉദ്ദേശമായിരിക്കത്തില്ല ചിലപ്പം. അവരിതിനെ ഫീഡ് ചെയ്ത് വിടുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ അത് പെരുമാറും. നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയായിരിക്കും, അവരതിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ കൊണ്ടുപോകാം. എന്നിട്ട് നമ്മുടെ ജനറ്റിക് രഹസ്യങ്ങൾ വരെ ചോർത്തിയെടുക്കാൻ ശേഷിയുള്ള കമ്പ്യൂട്ടറുകളുണ്ടെന്ന്. മനോഹരൻ ഡോക്ടർ, മൈക്കിനോട് അല്പം കൂടെ ചേർന്ന് സംസാരിക്കാമോ? മൈക്കിനോട് അല്പം കൂടെ ചേർന്നിരിക്കൂ. ഹലോ, മൈക്കിനോട് ചേർന്ന് സംസാരിച്ചാൽ ഓക്കെ. ഡോക്ടർ മുഖം മൈക്കിൽ നിന്ന് മാറാതിരുന്നാൽ മതി. സോറി, ഇത് കൂടുതൽ അത് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഹലോ, പറയൂ. കേൾക്കാവോ? കേൾക്കാം. എൻ്റെ മുഖം കാണണ്ടാന്ന് വെക്കാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഈ ഡോക്ടർമാരുടെ പണി പോകുകയോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഡോക്ടർമാരുടെ പണിയൊന്നും പോകത്തില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതിനോടൊക്കെ പുറംതിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള സബ്ജക്റ്റിലേക്ക് വന്നിട്ടുള്ളൂ, ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി ബോറാന്നറിയാം, പക്ഷേ ഇത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ ഈ
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ ഈ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ പലർക്കും എതിർപ്പുണ്ടാകാം. നമ്മുടെ റെപ്പർട്ടൈസേഷൻ വന്നപ്പോഴും ആദ്യം കുറേ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിയല്ല, അത് തെറ്റാണ്, തെറ്റായ വിവരങ്ങളാണ് നൽകുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ അത് ഉപയോഗിക്കാത്ത എത്ര പേരുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണിത്. ഇപ്പം നമ്മൾ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു ദോഷം ഇപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്നത് മറ്റൊരു വൈദ്യശാസ്ത്ര വിഭാഗത്തിലെ ആളുകൾ നമ്മുടെ ഈ വൈദ്യശാസ്ത്രത്തിന് ശാസ്ത്രീയതയുണ്ടോ, ഇത് ശാസ്ത്രമാണോ, ഇത് കപട ശാസ്ത്രമല്ലേ, അല്ലെങ്കിൽ ഇതുകൊണ്ട് വെറും തട്ടിപ്പാണ് നമ്മളെ ചികിത്സ എന്ന് വരെ പറഞ്ഞ് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളെ അവഹേളിക്കുന്ന തരത്തിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനെതിരെ ഒരു മറുപടിയും കൊടുക്കാൻ ഇന്നു വരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടർ ഹനുമാൻ ഈ ഹോമിയോപ്പതിയുടെ റിസർച്ചും പരീക്ഷണവും ഒക്കെ എവിടെ നിർത്തിയോ, അദ്ദേഹം മരിച്ചപ്പോൾ നിർത്തി. അവിടുന്ന് ഒരു ഇഞ്ച് പോലും നമ്മൾ മുമ്പോട്ട് വന്നിട്ടില്ല. നമ്മളെല്ലാവരും ചെയ്യുന്നത്, നമുക്ക് വീട്ടിലിരുന്നാലും 10 രൂപ കിട്ടും. അരി മേടിക്കാനുള്ള പൈസ എന്തായാലും ഹോമിയോപ്പതി പഠിച്ചിട്ടുണ്ട്, വീട്ടിൽ ഇരുന്നാലും കിട്ടും, മതി. ഒരു കാറുണ്ടെങ്കിൽ അതിന് പെട്രോൾ അടിക്കാനുള്ള കാശുണ്ടെങ്കിൽ നമ്മളെല്ലാം സംതൃപ്തരാണ്. അത്രയേ ഉള്ളൂ. അല്ല ഹോമിയോപ്പതി വളർത്തണമെന്നൊന്നും ഒരു 90% ആൾക്കാർക്ക് പോലും ഒരു 10% അങ്ങനെ ഉണ്ടാവും. ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ കാലം കഴിഞ്ഞു പോകണം. പക്ഷെ നമ്മളൊന്നും ആലോചിക്കണം, നമ്മുടെ ഈ വരും തലമുറകൾ ഇപ്പം BHMSനൊക്കെ ഫസ്റ്റ് ഇയറുകളിലൊക്കെ ചേർന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ, അവരുടെ ഒരു ഭാവി നമ്മളൊന്ന് ആലോചിക്കും. നമ്മുടെ കുട്ടികൾ തന്നെയാണ് അവർ നാളെ എങ്ങനെ ജീവിക്കും? ഇത് ഈ രീതിയിൽ, ഇപ്പോഴത്തെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് വലിയ ഭാവി ഈ വിഷയത്തിൽ ഞാൻ കാണുന്നില്ല. അത് പൂട്ടുക തന്നെ. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഇതിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല? ഇത് ശാസ്ത്രീയമാണെന്ന് തെളിയിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള ഒരു ചലനവും നമ്മുടെ ഭാഗത്ത്, കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്ത് എവിടെയും ഉണ്ടാകുന്നില്ല. ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം വ്യാസത്തിനെ കുറിച്ച് കുറച്ചുകൂടെ എലാബറേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ വന്നു, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വന്നു, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അടിസ്ഥാന തത്വങ്ങൾ ഇന്ന് ഡോക്ടർ ഹനുമാൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഫിലോസഫി പോലും കുറച്ച് മാറ്റി എഴുതിയാണ്. നമ്മുടെ മെഡിസിൻ്റെ അപ്ലൈ ചെയ്യുന്ന രീതികളിൽ മാറ്റം ഉണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടായിരുന്നു. ഹനുമാൻ ഉണ്ടായിരുന്നെങ്കിൽ പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടായാലും ഇന്ന് ഈ ചോദ്യം നമ്മുടെ നേരെ ആരും ചോദിക്കത്തുമില്ല. ഞാൻ ആ കാര്യത്തിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. കാര്യം നമ്മുടെ ഒരു സബ്ജക്റ്റ് അതല്ല. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ ഇത്രയും കാലം എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പം ഹോമിയോപ്പതി ആയിക്കോട്ടെ, അലോപ്പതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എവറസ്റ്റിൻ്റെ പൊക്കം എത്ര എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ബർമുഡ ട്രയാങ്കിളിൻ്റെ ആഴം എത്ര എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഏതിനും നമ്മൾ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ആ ഗൂഗിൾ പോലും അഡ്വാൻസ്ഡായി. അവർ ബാർഡ് എന്ന് പറഞ്ഞ് ആദ്യം AI ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടൊരു സെർച്ച് എഞ്ചിൻ കൊണ്ടുവന്നു. ഇപ്പോൾ അത് മാറ്റി ജെമിനി എന്ന പേരിൽ അതായത് നമ്മൾ ചോദിക്കുന്നത് എഴുതിത്തിരിക്കും, വേണമെങ്കിൽ പടമായിട്ടോ ഫോട്ടോ ആയിട്ടോ വീഡിയോ ആയിട്ടോ ചെയ്ത് നമുക്ക് തരാൻ ശേഷിയുള്ള ഒരു സെർച്ച് എഞ്ചിനായിട്ട് അവർ മാറിയിരിക്കുന്നു. നമ്മുടെ ഹോമിയോപ്പതി പഴയ പുസ്തകങ്ങളും പഴയ സോഫ്റ്റ്വെയറുകളും എല്ലാം അവിടെ തന്നെ നിൽക്കുക. വർഷങ്ങളായിട്ട് 250 വർഷമായിട്ട് നമ്മളത് ഉപയോഗിച്ച് അതിങ്ങനെ കാണാതെ പഠിച്ചും കുറിച്ച് വെച്ചും മേശയുടെ ഗ്ലാസിൻ്റെ അടിയിൽ എഴുതി വെച്ചുമൊക്കെ നമ്മളിങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? അങ്ങനെ മതിയെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ടതില്ല. എനിക്ക് ശേഷം പ്രളയം എന്നൊരു ചൊല്ലുണ്ടല്ലോ. നമുക്ക് ശേഷം ഹോമിയോപ്പതി നശിച്ചാൽ എന്താ, ഇല്ലേലെന്താ? അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ചിന്തയാണ്. നാളെ ഈ പ്രസ്ഥാനമില്ലെങ്കിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ പഠിക്കാൻ വരുന്ന, ഇനിയും പഠിക്കാനായിട്ട് ആവശ്യത്തോടെ വരുന്ന കുട്ടികളൊക്കെ നമ്മുടെ ഈ എനിക്ക് ശേഷം ആ പ്രളയത്തിൽ കുത്തി ഒലിച്ചങ്ങ് പോവുകയാണ്. ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഇപ്പം AI കുറിച്ച് നമുക്ക് ചില സംശയങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഇതൊക്കെ ശരിയാണ്. എന്നിരുന്നാലും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉള്ള അടുത്ത് വരെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും അടുത്ത വരാൻ പോകുന്ന തലമുറയുടെ അവരെവിടം വരെ എത്തുമെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഈ ഡോക്ടർമാരുടെ പണി കളയുന്ന ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്കിൽ ഇതിനെയും കടത്തിവിട്ടാനുള്ള ശേഷിയുള്ളവരാണ് ഈ പുതിയ തലമുറയിലെ ഈ ന്യൂജൻ പിള്ളേർ. കാര്യം നമ്മളുണ്ടായപ്പോൾ TV കണ്ടിട്ടില്ല, നമ്മളുണ്ടായപ്പോൾ മൊബൈൽ കണ്ടിട്ടില്ല, നമ്മൾ ആകെ കണ്ടിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മാത്രമാണ് തിയേറ്ററിൽ പോയി. ഈ ഇപ്പോഴത്തെ കൊച്ചു പിള്ളേരൊക്കെ തന്നെ
ഒരു 5 വയസ്സാകുമ്പോൾ ഒരു മൊബൈലിൽ എക്സ്പെർട്ടാണ്. ഒരു 2 വയസ്സാകുമ്പോൾ ടി വിയിൽ റിമോട്ട് വെച്ച് കളിക്കാൻ അവർക്കറിയാം. അങ്ങനെ ഒരു 10 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലായിരിക്കും. അത്തരം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ദോഷങ്ങളും സംഭവിക്കാനില്ല. ഇത് AI ഒരു കുത്തൊഴുക്ക് ശരിക്കും പറഞ്ഞാൽ അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ നല്ല രീതിയിലുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്, പത്രത്തിലൊക്കെ ഇടയ്ക്ക് വരും, റോബോട്ടാണ് സർജറി നടത്തിയെന്ന്. അവരുടെ ഏറ്റവും പ്രശ്നമുള്ള എല്ലാ സർജറികളും നടത്തുന്നത് റോബോട്ടുകളാണ്. ഈ റോബോട്ടുകൾക്ക് മനുഷ്യൻ കൊടുത്തിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അല്ലെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെയാണ് അത് ചെയ്യുന്നത്. മനുഷ്യൻ ചെയ്യുന്നതിലും കൃത്യമായിട്ട് അത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്തരം സാങ്കേതിക മുന്നേറ്റങ്ങൾ നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ, നമ്മുടെ പ്രാക്ടീസ് ലൈഫിലും, നമ്മുടെ ക്ലിനിക്കിലും, നമ്മുടെ കമ്പ്യൂട്ടറുകളിലും ഒപ്പം നമ്മുടെ മനസ്സിലും കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് മറ്റൊരു ദുഃഖകരമായ ഒരു സത്യം ഞാൻ മുമ്പ് പറഞ്ഞു. ഡോക്ടർ ഹനുമാൻ എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടുന്ന് 1 ഇഞ്ച് പോലും മുന്നോട്ട് വരാനായിട്ടോ അല്ലെങ്കിൽ ഈ വൈദ്യശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടോ പുതിയൊരു ഹനുമാൻ ഉണ്ടായി വന്നിട്ടില്ല ഇതുവരെ. അത് നമ്മുടെ ഒരു വലിയ ദുഃഖം തന്നെയാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും ഹനുമാനാകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വലിയൊരു സയൻറ്റിസ്റ്റ് ആകാൻ പറ്റത്തില്ല. ഇതിൽ ഐക്യ കൂടുതലുള്ളവർക്ക് അത് സാധിക്കും. പക്ഷേ അവരുടെ ചിന്ത മറ്റൊന്നാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ആയുർവേദ ഡോക്ടർ, ഇന്ത്യക്കാരനായ ഒരു ആയുർവേദ ഡോക്ടർ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചിരുന്നു. അയാൾ കുറേ രോഗികളെ ചികിത്സിച്ചിരുന്നു, ഭേദമാക്കിയിരുന്നു. പക്ഷേ അയാളുടെ സ്വന്തം ഡിസേബിൾ ശിഷ്യന്മാർക്ക് പോലും അത് പറഞ്ഞു കൊടുക്കുകയോ എവിടെയെങ്കിലും എഴുതി വെക്കുകയോ ചെയ്തില്ല. അയാൾ മരിച്ചു, ആ ചികിത്സ അതോടെ പോയി. ഇന്നത് ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ രക്ഷപ്പെടുമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ പഴയ മാമൂലും കൊണ്ടിരുന്നിട്ട് ഇപ്പം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ടിപ്പ് പറഞ്ഞിട്ട് കാര്യമല്ല. ടിപ്പ് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണ്. എൻ്റെ അഭിപ്രായം അതാണ്. ടിപ്പ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ വേറെ പുസ്തകം നോക്കുന്നില്ല, ഈ ടിപ്പും വെച്ചുകൊണ്ടിരിക്കും. അതേസമയം അവരെങ്ങനെയാണത് കണ്ടുപിടിച്ചത്? നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക, പഠിക്കുക, നിങ്ങൾ ന്യാസം പഠിക്കുക, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മെറ്റീരിയൽ ഇന്നതിന് റെഫറൻസ് കൊടുക്കുക. എന്നിട്ട് അവർ സ്വയം അത് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഒരു എളുപ്പ വഴി എന്നുള്ള നിലയിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ വൈദ്യശാസ്ത്രത്തിലും വേണം. അല്ലെ ഒരു പരിധി വരെയൊക്കെ അത് എത്തിയിട്ടുണ്ട്. എന്നാലും അത് പൂർണ്ണ തോതിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ വലിയ താമസമില്ലാതെ നമ്മുടെ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകളിലെല്ലാം AI ഉപയോഗം ഉണ്ടാകും. പിന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള സോഫ്റ്റ്വെയറുകളെ സംബന്ധിച്ച് ഇപ്പോൾ റഡാർ നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്നു, 2ാം സ്ഥാനത്ത് ഹോംബാത്ത് നിൽക്കുന്നു. പിന്നെ ഉണ്ട് കുറേ ചെറിയ ചെറിയ സോഫ്റ്റ്വെയറുകൾ വേറെയുണ്ട്. ഇവരെല്ലാം ചെയ്യുന്നത് പല മൊഡ്യൂളുകളും അതിൽ നിന്ന് മാറ്റിയിട്ട് പുതിയ പുതിയ മൊഡ്യൂളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് പണ്ടുണ്ടായിരുന്നതും വളരെ വ്യത്യസ്തമായിട്ടൊന്നും അതിൽ കാണാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, ഇവർ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന കണ്ടൻറ്റുകൾ, അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കീവേഡുകൾ കണ്ടമാനം കയറ്റിവിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്ര കറക്റ്റായിട്ട് റെപ്പർട്ടൈസ് ചെയ്താലും 2, 3, 5, 6 മെഡിസിനൊക്കെ വരുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. അനാവശ്യമായിട്ട് കുറേ സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് PDF ആയിട്ടും പുസ്തകങ്ങൾ കുഴപ്പമില്ല, നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു പുസ്തകം കൊടുക്കുമ്പോൾ അതിൻ്റെ ഡാറ്റ ഇതിൻ്റെയും കൂടെ ബാങ്കിലേക്ക് പോവാണ്. അപ്പോൾ അത് കൂടുതൽ സങ്കീർണമാക്കുകയാണ് പരിപാടി. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടും. പിന്നെ ഈ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇപ്പോൾ ഈ അലോപ്പതി മെഡിക്കൽ IMA ആണല്ലോ നമുക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് ഇരിക്കുന്നത്. അലോപ്പതി മുഴുവൻ എന്ന് ഞാൻ പറയുന്ന കാര്യം, എൻ്റെ കുടുംബത്തിലും ഇഷ്ടംപോലെ അലോപ്പതി ഡോക്ടർമാരുണ്ട്. അതുകൊണ്ട് അവർ മൊത്തമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എങ്കിൽ അതിൽ ചില വ്യക്തികൾ വളരെ മോശമായിട്ട് നമ്മളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും അത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവരും പ്രവർത്തിക്കാൻ കഴിയുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം റിസർച്ച്, അല്ലെങ്കിൽ അതിന് വേണ്ട റിസർച്ച് ചെയ്യാൻ കഴിവില്ലെങ്കിൽ വേണ്ട, അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുള്ളവരുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോഴത്തെ ഈ പഠിച്ച് വരുന്ന നമ്മളൊക്കെ പ്രായമായവരാണ്, പിള്ളേർ സെറ്റുണ്ട്, ന്യൂജൻ പിള്ളേരുണ്ട്. അവരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് കോളേജ് തലത്തിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സിലബസ്, അത് ഞാൻ പണ്ട് മുതലേ എവിടെയും പോയിട്ടുള്ളപ്പോഴും ചർച്ചയിലൊക്കെ ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് പാത്തോളജി വലിയ വിലയൊന്നുമില്ല, പുല്ലുവിലയാണ് പതോളജി. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു കേസ് ഡയഗ്നോസ് ചെയ്യാൻ ഇന്നും പലർക്കും അറിയത്തില്ല.
പതോളജിയുടെ അഭാവമാണത്. പതോളജിയും ഫിസിയോളജിയും ഒക്കെ നല്ലപോലെ പഠിക്കാത്തതുകൊണ്ട് വരുന്ന ഒരു കുഴപ്പമാണ്. കാര്യം അത് പഠിക്കാത്തത് നമ്മുടെ കുഴപ്പമല്ല, നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പതോളജി എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? അവിടുന്ന് ഇവിടുന്ന് ഒരു 2ഓ 3ഓ അധ്യായത്തിൽ ഏതാനും ചില വാക്കുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് പതോളജി. അപ്പം പിന്നെ മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പേഷ്യൻ്റ് വന്നിട്ട് ഒരു കൊച്ചിനെയും കൂടെ ഒരു അമ്മയും അച്ഛനും കൂടെ വന്നിട്ട് ചോദിക്കുക, ഡോക്ടറെ എൻ്റെ കൊച്ചിന് എന്താ അസുഖം? അത് സോറേ, അവർക്കൊന്നും മനസ്സിലാകത്തില്ല. അത് സൈക്കോസിസ് കേട്ടിട്ടുണ്ട്. ബട്ട് അവരങ്ങനെയാണ് ചിന്തിക്കുക. ഇപ്പോൾ സിഫിലിസ്, എൻ്റെ കൊച്ച് 5 വയസ്സ് പോലും ആയില്ല, അതിനിപ്പോൾ സിഫിലിസ് ആണോ എന്ന് ചോദിച്ചിട്ട് ഡോക്ടറെ എപ്പോൾ കൈകാര്യം ചെയ്തെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, നമുക്കതേ പറയാനുള്ളൂ. അപ്പോൾ അത്തരത്തിലേക്ക് ഡയഗ്നോസിങ് തരത്തിലേക്കും എല്ലാം ഈ AI കൊണ്ടെത്തിക്കാൻ കഴിയും. കൊണ്ടെത്തിക്കാനല്ല, AI അതിനും പര്യാപ്തമായ ഒരു സോഫ്റ്റ്വെയറാണ്. ഡയഗ്നോസിങ്, അതുപോലെ മെഡിസിൻ സെലക്ഷൻ, റെപ്പറ്റൈസേഷൻ, ക്ലിനിക്കൽ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും ഒരു ഡോക്ടർക്ക് എന്തൊക്കെ പണിയാണോ ഒരു ക്ലിനിക്കിനെ സംബന്ധിച്ചുള്ളത്, ആ മുഴുവൻ പണിയും. ഇപ്പം തൂത്തുവാരാൻ പോലും ഇത്തരം സാധനങ്ങൾ നിലവിലുണ്ട്. 10-20,000 രൂപ എടുത്ത് കഴിഞ്ഞാൽ വീട് തൂത്ത് തരുന്ന അല്ലെങ്കിൽ ക്ലിനിക്ക് തൂത്ത് തരുന്ന സാധനമുണ്ട്. അതിനുള്ള മെഷീനുണ്ട് നമുക്ക്. അത് റോബോട്ട് തന്നെയാണ്. അതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൊണ്ട് പ്രവർത്തിക്കുന്ന. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ സംവിധാനങ്ങളുണ്ട്. അതിൽ നല്ല വശങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു തലത്തിലേക്ക് ഇനിയെങ്കിലും മാറേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം കേസ് ടേക്കിങ് ഒന്നെടുത്തു, നമുക്ക് മെഡിസിൻ കിട്ടിയില്ല, രണ്ടാമതും എടുത്തു. ഇങ്ങനെ വരുമ്പോൾ കുറേ ഡാറ്റകൾ ഉണ്ടാവും, നമുക്ക് വലിയൊരു ഡാറ്റ ശേഖരം ഉണ്ടാവും. ഇത് മുഴുവൻ നമ്മൾ അനലൈസ് ചെയ്യുകയും ഓർത്തിരിക്കുകയൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് മെറ്റീരിയലോട്ട് പോകുമ്പോഴോ, നമ്മളിപ്പോൾ ബോറയ്ക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മെഡിസിൻ കിട്ടും. ഈ 10 മെഡിസിനും നമ്മൾ കുത്തിയിരുന്ന് വായിച്ചിട്ട് വരുമ്പോൾ ഈ രോഗി ഒന്നേൽ പെട്ടിക്കകത്തായിരിക്കും, അതല്ലെങ്കിൽ അവരവരുടെ വഴിക്ക് പോകും. നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടതും മിച്ചമാവും. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കാൻ, സങ്കീർണമായ കാര്യങ്ങൾക്ക് വളരെ എളുപ്പമാക്കാൻ നമ്മുടെ ഈ വൈദ്യശാസ്ത്രത്തിൽ AI ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനോടുകൂടി ഞാൻ പറയുന്നുണ്ട്. ഇപ്പം ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ഇനിയും അധികം പറയാനുള്ള കാര്യം, ഇത് അത്ര വലിയൊരു സംഭവമല്ല. പക്ഷേ നമ്മുടെ ഈ വൈദ്യശാസ്ത്രത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ വളരെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ NLP പോലൊക്കെയുള്ള ടെക്നിക്കൽ ഇത് പല മേഖലകളിലും ഉപയോഗിക്കുന്നുണ്ട്. AIക്കും NLP ഉപയോഗിക്കേണ്ടി വരും. NLP എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു കീബോർഡ് വഴി ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ അത് നമ്മളിപ്പോൾ വെൽക്കം എന്നടിച്ചു കഴിഞ്ഞാൽ WELCOME എന്ന് അങ്ങനെയല്ല കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്. കമ്പ്യൂട്ടർ 0ഉം 1ഉം കൂട്ടിയുള്ള ഒരു പരമ്പര, ഒരു ചെയിനാണ് അവർക്ക് അതിൽ കിട്ടുന്നത്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും. അത്തരം ലാംഗ്വേജിന് ശരിക്കും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് NLP. ആ NLPയും കൂടെ ഇതിൽ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാറ്റ ഒക്കെ സെക്കൻഡുകൾ കൊണ്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ബാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നാളെ മറ്റേതാണോ അടുത്ത ക്ലാസ്സിലൂടെ എടുക്കാം. പക്ഷെ അത് ഇത് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനോട് കൂടിയായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. കാര്യം ഇത് പുതിയൊരു സബ്ജക്റ്റാണ്, പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കുന്ന ഒരു സാധനമല്ല. ഞാൻ പറഞ്ഞല്ലോ, ചിലരെങ്കിലുമൊക്കെ ടിപ്പ് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും. ഞാൻ ഒരിക്കലും ടിപ്പിൻ്റെ ആളല്ല. ഞാൻ എഴുതിയെടുക്കാറുമില്ല, പറഞ്ഞു കൊടുക്കാറുമില്ല. കാര്യമോ തെറ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് പേഷ്യൻറ്റിനെ ഈ ടിപ്പ് വെച്ച് പറഞ്ഞു കൊടുക്കുന്ന ആൾ ചെയ്ത രോഗിയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് രോഗിയെ തരേണ്ടി വരും. എങ്കിലേ നമുക്ക് ആ രോഗിയെ ഭേദമാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ചിലപ്പം വല്ലപ്പോഴും ഒക്കെ പൊട്ടക്കണ്ണൻ്റെ മാവേലി ഒരു 1-2 ഒക്കെ ക്യൂർ ആയിട്ടുണ്ടെന്നും പറയാം കേട്ടോ. 100% അങ്ങനെ അല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ശരിയല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ അടുത്ത് എൻ്റെ മൈക്കിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഒരു മൂഡ് ഔട്ട് ഓഫ് മൂഡായിപ്പോയി. അപ്പം താല്പര്യമുണ്ടെങ്കിൽ നാളെ കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ധനേഷ് ഡോക്ടറോടും നന്ദി പറയുന്നു. താങ്ക് യു. ഡോക്ടർ, എനിക്ക് തോന്നുന്നത് ഡോക്ടർ മൊബൈലിൽ നിന്ന് ഡയറക്റ്റായിട്ടൊക്കെ സംസാരിച്ച പോലെ.
അതാകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെയാണല്ലോ ഉപയോഗിക്കുന്നത്. നോക്കട്ടെ. നന്ദി ഡോക്ടറെ. ഡോക്ടറുടെ ഈ ക്ലാസ്സിന് അഭിപ്രായം പറയാനായിട്ട് രണ്ടുപേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടറെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി മറിയാം ഡോക്ടറെ. ഈ ഒരു വിഷയം ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഇതിനെ അവതരിപ്പിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹത്തോട് ഞാൻ പലരെ സമീപിച്ചിരുന്നു. പക്ഷെ നമ്മുടെ പലർക്കും അതിനുള്ള സാവകാശം കിട്ടാത്തത് കൊണ്ടാണ് വൈകി. എന്തായാലും മനോഹരൻ ഡോക്ടർ ഏറ്റെടുത്ത് നന്നായി പറയുകയാണ്. പിന്നെ റിസർച്ച് വർക്കുകൾ ഹോമിയോപ്പതിയിൽ ധാരാളം നടക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്നുള്ള വിഷയമാണ് പലപ്പോഴും ഉള്ളത്. അതായത് ഈ മെഡിസിൻസ് കൊടുത്തിട്ട് ബോഡിയിൽ സെല്ലുകളിൽ പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാകുന്നതെന്നും ആ മോളിക്യൂൾക്ക് അനുസരിച്ചാണ് ബോഡിയിൽ ബയോകെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് പറഞ്ഞ് ഈ പ്ലാറ്റ്ഫോമിൽ ധാരാളം പ്രസന്റേഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ ഹനിമാൻ തുടങ്ങിയതിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫണ്ടമെന്റൽ കാര്യങ്ങളിൽ അഡീഷൻസ് വരാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെ റിസർച്ച് വർക്കുകൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചെന്നൊക്കെ ഇപ്പൊ കെന്റിന്റെ മെറ്റീരിയൽ റെപ്പർട്ട് നോക്കുക. റെപ്പർട്ട് എഴുതി കഴിഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞ് വർഷം കഴിഞ്ഞ് മർഫി റെപ്പർട്ട് ചെയ്തിട്ട് എന്തുമാത്രം അഡീഷൻസാ വന്നത്. ഇത് എവിടുന്നാ വന്നത്? ആരും പടച്ചുണ്ടാക്കിയതല്ല, വളരെ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഇത് തന്നെയാണത്. പക്ഷെ നമ്മളെല്ലാവരും പ്രാക്ടീസിന്റെ ബഹളത്തിലായത് നമ്മൾ അറിയുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു വിഷയം ഡോക്ടർ പറഞ്ഞ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വലൈസേഷൻ എന്നൊരു കടമ്പയിലേക്ക് കടക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് അതാണ്. തീർച്ചയായിട്ടും ഉപകരിക്കും. അതുപോലെ ഡയഗ്നോസിസ്, ക്ലിനിക്കൽ മാനേജ്മെന്റ്, ഡയറ്റ് ആൻഡ് റെജിമെൻ എല്ലാം തന്നെ ചുരുക്കി പറഞ്ഞാൽ കൃത്യത കൈവരിക്കാൻ തീർച്ചയായിട്ടും ഇത് കഴിയും. ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്. അപ്പൊ അതുപോലെ സാങ്കേതികമായ ഡോക്ടറുടെ ആ മൈക്കിന്റെ കാര്യത്തിൽ കൂടെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും കേൾക്കാൻ ആഗ്രഹമുണ്ട്. മുമ്പ് ധനേഷ് ഡോക്ടറോട് സംസാരിച്ച വിഷയം തന്നെയാണ്, അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞതും. അപ്പൊ ഈ ഒരു സന്ദേഹത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പറയുന്നില്ല, നാച്ചുറൽ ഇന്റലിജൻസ് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഡോക്ടർ ഇനിയും വരണം. പക്ഷേ ഒരു സജഷനേ ഉള്ളൂ, മൈക്കിന്റെ കാര്യം കുറെ കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം. അത് എങ്ങനെ എനിക്കറിയില്ല, ഹ്യൂബർ ഡോക്ടർ അറിയായിരിക്കും. മൊബൈലിൽ നിന്ന് സംസാരിച്ചാൽ മതി ഡോക്ടർ, മൊബൈലിൽ നിന്ന് സംസാരിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ശ്രീധരക്കുറുപ്പ് സാർ എത്തിയിട്ടുണ്ട്. സാറിന് സംസാരിക്കാം. സാറിന് സംസാരിക്കാം. സാറിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്ന. കേക്കാവോ? കേക്കാം സാറേ. ഡോക്ടർ മനോഹരൻ, കാര്യമൊക്കെ വളരെ നന്നായിരുന്നു, വിശദമായിരുന്നു. പക്ഷെ എപ്പം നടപ്പിൽ വരുമെന്നുള്ളതാ സംശയം. പിന്നെ ഇത് പറഞ്ഞ മാതിരി റെപ്പാർട്ടറിയും ഒരുപാട് കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഹോമിയോപ്പതി. നമ്മൾ പഠിച്ച കാലത്തിലുള്ള ആ ഹോമിയോപ്പതിയുടെ സ്റ്റാറ്റസ് ഒന്നുമല്ല. ഞങ്ങളൊക്കെ പഠിക്കുമ്പം ഞാൻ 75 പാസ്സായതാ ആതുരാശ്രമത്തിൽ നിന്ന്. അന്ന് റെപ്പാർട്ടറിയെ കുറിച്ച് 2 ക്ലാസ് എടുത്തിട്ടുള്ളൂ. എത്ര റെപ്പാർട്ടറി ഉണ്ടെന്ന് പോലും അറിയാൻ മേലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇന്നതൊക്കെയാണെന്ന്. അതുകൊണ്ട് പിന്നെ അതുപോലെ ഹോമിയോപ്പതിയുടെ ഫണ്ടമെന്റൽസ് ഒന്നും നമുക്ക് തിരുത്താൻ പറ്റിയില്ല. ഹനുമാനല്ല, ഇനി ഹനുമാൻ വീണ്ടും ജീവിച്ചാലും അവധി കുറച്ച് ഡീവിയേഷൻസ് ഒക്കെ വരുത്താനേ പറ്റുള്ളൂ. അതിന്റെ ഫണ്ടമെന്റൽ തിയറി ഇപ്പം വേദത്തെക്കുറിച്ച് നമ്മൾ പുസ്തകങ്ങൾ 1200 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുണ്ട്. അതൊന്നും തിരുത്തപ്പെടുന്നില്ല. അഡീഷൻസ് ആകാം, തിരുത്തപ്പെടാൻ പറ്റിയല്ല ഫണ്ടമെന്റല്. എനിക്ക് അത് എല്ലാവർക്കും ഇത് തന്നെ ബോധ്യമാകുന്നുണ്ടെന്ന്. റിസർച്ച് നടക്കുന്നുണ്ട്, പക്ഷേ നമ്മളെങ്ങും എത്തുന്നില്ല എന്നുള്ള ഒരു സത്യമാണ്. പക്ഷേ പലതും നടക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട. റിസർച്ചുകളും നടക്കുന്നുണ്ട്, പക്ഷേ അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. കാരണം ഇതൊരു എന്നാ പറയുന്ന ഒരു മെറ്റീരിയൽ സാധനമല്ല. ലൈഫ് ഫോഴ്സ്, ജീവശക്തി എന്ന് പറയുന്നത്, അതിനെ കണ്ടുപിടിക്കാനുള്ള മെഷീനൊന്നും ഇതേവരെ ആയില്ല. അതുകൊണ്ട് അത്രമാത്രം സയൻസ് വളർന്നിട്ടില്ല. അതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുമ്പോൾ ഇനി അതും ആകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. ഓക്കെ, ഡോക്ടറുടെ ഐഡിയ ഒക്കെ വളരെ നല്ലതാണ്, വളരെ നന്നായിരുന്നു. ഇനിയും വരിക ബാക്കി പാവങ്ങളുമായിട്ട്. പക്ഷേ ഡോക്ടർ പിന്നെ മനോജ് പറഞ്ഞ മാതിരി ആദ്യം ആ മൈക്കൊന്ന് ശരിയാക്കണം. അതെന്നെ പലർക്കും ശരിക്ക് കേൾക്കാൻ മേല. അത് എനിക്ക് തോന്നുന്ന ആ പുതിയ സംവിധാനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞങ്ങളെക്കൂട്ട് ഇതായിട്ട് ഈ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് കേടായിപ്പോയി. എന്നിട്ട് ഞാനിപ്പം
ഇതിൽ കൂടെ സംസാരിക്കുന്നത്, ഫോണിൽ കൂടെ, മൊബൈലിൽ കൂടെ. അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഒന്നും പറ്റിയില്ലെങ്കിൽ വേറൊന്നിലോട്ട് മാറാം. അതുപോലെ കൊള്ളാം, നല്ല ഇതായിരുന്നു, ഐഡിയ ആയിരുന്നു. ബാക്കി കൂടെ വലിയ പുതിയ പുതിയ ഐഡിയകൾ വന്നേ പറ്റുള്ളൂ. മാറ്റങ്ങൾ അത് പണ്ട് കുമാരനാശാനോ ആരാണ്ട് മഹാകവികൾ പാടിയ മാതിരി മാറ്റും ചട്ടങ്ങളെ അല്ലെ അത് താൻ തന്നെ മാറ്റിടുമെന്ന് പറഞ്ഞ മാതിരി ഒരു ചൊല്ലുണ്ട്. അത് നമ്മളെ തന്നെയല്ലേ മാറ്റിക്കളയും. അതുകൊണ്ട് അത് മാറ്റാതിരിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് പല ചിന്താഗതികളും പല മാറ്റത്തിനുള്ള ചിന്താഗതികളും അനിവാര്യമാണെന്ന് ആണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിൻ്റെ ഫണ്ടമെന്റൽ ഒന്നും മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഡീഷൻസ് ആകാം. അതിൻ്റെ പലരും ശ്രമിക്കുന്നുണ്ട്, പലരും പലതരത്തിൽ വരുന്നുണ്ട്. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും റെപ്പാർട്ടറിയൊക്കെ ചാട്ടും കൊണ്ടിരിക്കേണ്ടി വന്നേനെ. ഇപ്പം അത് ചോദിച്ചോട്ടെ, പറഞ്ഞതിൽ ഫണ്ടമെന്റൽ മാറ്റണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഫണ്ടമെന്റൽ ഒന്നും മാറ്റാൻ കഴിയുന്ന കാര്യമുള്ളൂ. അത് മാറ്റിയ ഹോമിയോപ്പതി ഇല്ല. പക്ഷേങ്കിൽ നമ്മൾ കേസ് എടുക്കുന്ന രീതിയിലും അതുപോലെ നമ്മുടെ അക്കാഡമിക് സിലബസിലും ഒക്കെ കുറേ മാറ്റങ്ങൾ വേണം. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, സാറ് നേരത്തെ റിസർച്ചിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, എനിക്കറിയാം. ഞാനത് കുറ്റപ്പെടുത്തിയല്ല. നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആവശ്യത്തിലധികം മെഡിസിൻ ഉണ്ട്. നമ്മുടെ ഈ ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ റിസർച്ചിലും വീണ്ടും പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാനാണ് ചെയ്യുന്നത്. പല മരുന്നുകളുടെയും സംഗ്രഹം വരുമ്പോൾ ഒരു പാരഗ്രാഫ് പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ട് എന്തായാലും നമ്മൾ ഉള്ള മരുന്ന് തന്നെ അതിൻ്റെ പൂർണ്ണ തോതിൽ ഉപയോഗിക്കാൻ പലർക്കും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പോൾ അതുപോലൊരു സാഹചര്യമുണ്ട്. ഇതിനെയെല്ലാം നമുക്ക് ഏറ്റവും എളുപ്പ വഴിയിൽ ക്രോഡീകരിച്ച് ഇത്തരം ഈ മെഡിസിൻ കണ്ടുപിടിക്കുന്ന ഒരു പക്ഷേ അതിനി കുറച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതൽ തിരിയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പറയാനുള്ള അതിനെക്കാട്ടി കൂടുതൽ ഈ ബാക്കിയുള്ളവരൊക്കെ കുത്തിപ്പറയുന്നത് ഇതിന്റെ സയന്റിഫിക് എന്നാണെന്ന്. ഫണ്ടമെന്റൽ റിസർച്ചിൽ കൂടുതൽ ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ആരാണെങ്കിലും ഫണ്ടമെന്റൽ റിസർച്ച് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ള കണ്ടുപിടിക്കാനുള്ള ഇതിനു വേണ്ടി കൂടുതൽ വരുന്നുണ്ട്. ചികിത്സിച്ചവർ തന്നെ വീണ്ടും വീണ്ടും ചികിത്സിക്കുന്നു എന്ന് പഴയ ഇത് ടോറിറ്റർ കോളേജിന്റെ പരസ്യം പോലെയാ. പഠിച്ചവർ തന്നെ വീണ്ടും വീണ്ടും പഠിക്കുന്നു. അതല്ല വേണ്ടിയത്. നമ്മൾ പുതിയ ഐഡിയകൾ, ഫണ്ടമെന്റൽ റിസർച്ച്, അത് ഗവൺമെന്റ് തലത്തിലാണെങ്കിലും പ്രൈവറ്റ് തലത്തിലാണെങ്കിലും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക? അതിനുവേണ്ടി ഗവൺമെന്റ് നമുക്ക് പറ്റിയില്ലെങ്കിൽ നല്ല സയന്റിസ്റ്റുകളുണ്ട്. ആ സയന്റിസ്റ്റുകളാണ് കൂടുതൽ പഠിച്ചത്. ഏതായാലും ഇവരൊന്നും ഐസക് ന്യൂട്ടണൊന്നും ഒരു വലിയ സയന്റിസ്റ്റുകളൊന്നും അല്ല, പലരും അല്ലാത്തവരാ കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ പലരും കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആശിക്കാം, വലിയ താമസിക്കാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുമ്പം നമുക്ക് പുതിയ പുതിയ ഐഡിയകളും പുതിയ പുതിയ ഡേറ്റകളും ഒക്കെ വന്ന് പുതിയത് കണ്ടുപിടിക്കാം എന്ന് ആശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്ക് പലരും കാണും പറയാൻ. സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർക്ക് സംസാരിക്കാം. സലീം കുമാർ ഡോക്ടർ. ഹലോ, കേക്കാവോ? കേൾക്കാം. കുറെ കാലമായിട്ട് ഈ ശബ്ദം ഇങ്ങനെ കേൾക്കാണ്ട് ഇരിക്കുകയായിരുന്നു. ഒരു കൊല്ലത്തിലേറെ തോന്നുന്നു. ഞാൻ ഇങ്ങനെ ഒളിച്ചോടി പോയി വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അറിയുകയും ചെയ്യാം. ഇതേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു പുതിയ ഡിവൈസ് ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ ഈ എൻ്റെ നാട്ടില് പുറത്തുനിന്ന് വന്ന ഒരാള് അയാളുടെ വീട്ടിൽ നിന്ന് ഭാര്യ മറ്റേ ഫോർക്ക് ഉണ്ടല്ലോ, എന്താ ചോപ്സ്റ്റിക്ക്, അത് കൊണ്ടുവരാൻ കാത്തിരിക്കുകയാണ്. ആ നേരത്തെ വിശന്നേരത്ത് അതങ്ങ് എടുത്ത് കഴിച്ചാൽ പോരെ. അപ്പോഴയാൾ അത് ശീലിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റേ ചോപ്സ്റ്റിക്ക് ഇല്ലാണ്ട് എടുക്കാൻ തോന്നണില്ല. എന്ന് പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് വരുമ്പോൾ നേരെ മൊബൈലിലേക്കാണ് സംസാരിക്കുക. ഞങ്ങളൊക്കെ മൊബൈൽ സംസാരിക്കാൻ എല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. അത് പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ മൊബൈൽ ഇപ്പൊ താങ്കളോട് ഞാൻ എനിക്ക് ചോദിച്ചോണ്ട് കാര്യം പറയാം. ഇപ്പൊ നമ്മളുടെ മറ്റു മണിക്കുള്ള ഒരു വലിയൊരു കുഴപ്പമുണ്ട്. ഇപ്പൊ പെയിൻ, ഇയാൾക്ക് ഒരു പേഷ്യന്റിന് സ്റ്റൂൾ പാസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ പെനിസിന്റെ പിൻഭാഷത്ത് വേദന എന്ന് പറയുന്നു. നമ്മൾ അത് വെച്ച് വേണം റെപ്പറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നോക്കാനോ ഒക്കെ. ഇത് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന്റെ ഒരു കേസാണെന്നുള്ളത് കൊണ്ടാണെന്നുള്ളത് നമുക്ക് ഇതിനെക്കുറിച്ച് അല്ലാതെ മനസ്സിലാക്കേണ്ട ഒരാൾക്ക് പിടിയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സാധനത്തിന് അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇയാൾക്ക് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ടാവേണ്ടതല്ലേ? അല്ലെങ്കിൽ അപ്പൊ ആ മെഡിസിൻ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് വരുന്നതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെങ്ങും കൂട്ടിയിണക്കിയിട്ടില്ല. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്ന കാലത്തെങ്കിലും ഇത്തരം കുറവുകൾ നമുക്ക് പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കാം. അതാണ് ഇപ്പൊ എനിക്ക് ഇതിനകത്തൊരു പ്രതീക്ഷ ഉള്ളത്.
ഒട്ടനവധി സിംറ്റംസിന് പതോളജിയായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് ഒരു ഹോമിയോപ്പതിക്കാരനും അറിയാൻ പാടില്ല. അല്ലെങ്കിൽ അത് പഠിച്ചാൽ നമുക്ക് എല്ലാം തലയിരിക്കണമെന്നില്ല. അപ്പൊ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് മെറ്റീരിയൽ പഠിക്കുക തന്നെ അങ്ങനെ ഇറങ്ങണത് നന്നായിരിക്കും. അല്ലെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയെങ്കിൽ നമുക്കത് ബോധ്യപ്പെട്ടാൽ നന്നായിരുന്നു. നന്ദി സലീം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ റഡാറിന്റെ ഭാഗത്തു നിന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഡയഗ്നോസിങ് അടക്കം അതോടൊപ്പം തന്നെ മെഡിസിൻ അടക്കം ഡയഗ്നോസിങ് അടക്കമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ഈ സോഫ്റ്റ്വെയറുകൾ നമ്മുടെ അറിയാമോ കയ്യിലെത്തുന്നത്. ഡോക്ടറെ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഡോക്ടർമാരുണ്ട്. ഡോക്ടർ ജോർജ്, ഡോക്ടർ രജികുമാർ, ഡോക്ടർ അനിൽ എന്നീ ഇതിൽ വന്നിട്ടുണ്ടോ ഡോക്ടർ? ഇനി ആരെങ്കിലും ഇതിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഡോക്ടർ അനിലുണ്ട്. ഡോക്ടർ അനിൽ. അനിൽ ഡോക്ടറെ. സാർ, ബഹുമാനപ്പെട്ട സീനിയർ ഡോക്ടർമാരെ, പ്രിയപ്പെട്ടവരെ, എനിക്ക് റെജിയും ജോർജ് ഡോക്ടറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് നൂതനമായി ചിന്തിക്കുന്നവരാണ്. ഞാൻ അവരുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ചു നേരം മിണ്ടായിരുന്നത്. കാരണം അവർക്ക് ഒരുപാട് ഐഡിയ ഉണ്ടെങ്കിലും ഈ ഒരു മേഖലയിൽ കുറച്ച് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ മനോഹർ സാർ പറഞ്ഞതുപോലെ ഇതൊന്നും അതിവിദൂരതയിലുള്ള കാര്യമല്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. കാരണം നമ്മളിൽ പലരും ഇന്നൊരു എഴുതിയിട്ട് എത്ര കാലമായി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഒരു തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച് പോസ്റ്റ് ചെയ്ത് എത്ര കാലമായി എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഒരു നിയമം മൂലം നിരോധിച്ചത് കൊണ്ടല്ല, പലപ്പോഴും അതിൽ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകൾ കയ്യിലുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ്. നമ്മുടെ പരിസരത്തിൽ വെജിറ്റബിൾ വെൻഡർ എന്തുകൊണ്ട് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നു എന്ന് കരുതിയാൽ അതും ഒരിക്കലും നിയമം മൂലം അയാൾ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടല്ല, ചില കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ സമൂഹം അതിൽ അത്രത്തോളം വെൽ വേഴ്സ്ഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഹോമിയോപ്പതിയിലും ഡിജിറ്റലൈസേഷനും എയും വരുന്ന ഇത് അതിവിദൂരതയിലല്ല, വളരെ അടുത്തായി വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് അങ്ങനെ പറയാൻ കാരണം, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പ്രോഗ്രാം 2021 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഹെൽത്ത് മേഖലയിലെ മൊത്തം സംവിധാനങ്ങളെയും ഡിജിറ്റലൈസ് ചെയ്ത് അതിലൊരു ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് ജനറേറ്റ് ചെയ്യുക എന്നൊരു ഒരു വലിയൊരു വിശാല ലക്ഷ്യമുള്ള അംബ്രല്ല സ്കീമാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ. അപ്പോൾ അതിലേക്കായിട്ട് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു ഹെൽത്ത് ഫെസിലിറ്റി രജിസ്ട്രി ഉണ്ടാവണം. എല്ലാ ഹെൽത്ത് പ്രൊഫഷണൽക്കും ഹെൽത്ത് പ്രൊഫഷണൽ രജിസ്ട്രി ഉണ്ടാകണം. അതുപോലെ പേഷ്യൻസിന് ആഭ ഐ ഡി, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് നമ്പറും ഉണ്ടാകണം. അങ്ങനെ ഈ ഒരു ഇതിൽ കൂടെ ഡിജിറ്റലൈസ് ചെയ്തുള്ള ഹെൽത്ത് ട്രീറ്റ്മെന്റ് ആയിരിക്കണം തുടർന്നുള്ള കാലങ്ങളിൽ ഒരു പക്ഷേ ഇൻഷുറൻസ് വാലിഡിറ്റി വരെ കിട്ടുക. കാരണം ഇനിയിപ്പോൾ വരുന്നൊരു കാലഘട്ടത്തിൽ ഇൻഷുറൻസ് പേയ്സ് വരുന്നൊരു ആയിരിക്കും ട്രീറ്റ്മെന്റിന്റെ അടുത്ത ലെവൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു മേഖലയിൽ ഡിജിറ്റലൈസേഷൻ, ഗൂഗിൾ പേ, വെജിറ്റബിൾ വെൻഡർ എടുത്തതുപോലെ തന്നെ എല്ലാ വിഭാഗക്കാരും ഡിജിറ്റലൈസേഷനിലേക്ക് പോകേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് അതിവിദൂരതയിലല്ല, വളരെ അടുത്ത് തന്നെ അങ്ങനെ വരും. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതി ഡിജിറ്റലൈസേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് 156 സ്ഥാപനങ്ങളിൽ നമ്മുടെ ഒരു ഡിജിറ്റലൈസ്ഡ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് വഴി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 2.5 ലക്ഷത്തിന് മുകളിൽ പേഷ്യൻസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 7 ലക്ഷത്തിന് മുകളിൽ ഡിജിറ്റൽ ഡേറ്റ ഇതുവരെ ആയിട്ടുണ്ട്. ഈ ഡിജിറ്റൽ ഡേറ്റയുടെ അനാലിറ്റിക്സ് അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുവാണ്. അങ്ങനെ വരികയാണെങ്കിൽ നേരത്തെ സാറ് പറഞ്ഞൊരു പ്രാക്ടിക്കൽ റെപ്പറട്ടറി, നമുക്കൊരു പ്രാക്ടിക്കൽ ക്ലിനിക്കൽ റെപ്പറട്ടറിയിലേക്ക് നമുക്ക് ചിന്തിക്കാം. അതൊരു സജസ്റ്റീവ് മോഡായിട്ട് വരും. ഒരു സിംറ്റംസ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ആ സിംറ്റംസിന്റെ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് ഇന്നതാണെന്ന് സജസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരാം. സജഷനാണ് എടുക്കണോ വേണ്ടിയോ എന്നുള്ള അടുത്ത കാര്യം. പിന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു മൊബൈൽ ഹാൻഡ് ഹോൾഡ് ഡിവൈസ് വെച്ചിട്ട് നമുക്ക് കേസ് ടേക്കിങ്ങിലെ അല്ലെങ്കിൽ വേറബിൾ ഡിവൈസസിന്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഈ വേറബിൾ ഡിവൈസസ് വെച്ചിട്ട് നമുക്ക് നമ്മൾ പറയുകയാണ് എനിക്ക് പനിയുണ്ട്, അപ്പോൾ സിസ്റ്റം തന്നെ തിരിച്ച് ചോദിക്കും. സാറ് നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ ലേണിംഗ് പ്രോസസ്സിംഗ് വഴി അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് വഴി നമ്മൾ പറയുന്ന ഭാഷയിൽ നിന്ന് തന്നെ തിരിച്ചത് ചോദിക്കും. ഓക്കെ, നിങ്ങൾക്ക് തലവേദന രാവിലെയാണോ രാത്രിയാണോ കൂടുതൽ? രാത്രിയാണ്. ഓക്കെ, കിടക്കുമ്പോൾ കൂടാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു കേസ് ടേക്കിങ്ങിന്റെ കൃത്യമായ രീതിയിൽ തന്നെ പോകുന്ന വേറബിൾ ഡിവൈസസ് വേണമെങ്കിൽ വരാമെന്നുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വേറബിൾ ഡിവൈസസ് കേസ് ടേക്കിങ്ങിനെ വളരെയധികം എളുപ്പത്തിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. അത് ഡിജിറ്റലൈസേഷൻ വഴി നമുക്ക് മെഡിസിൻസും കുറച്ചുകൂടി എളുപ്പത്തിൽ നല്ല രീതിയിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡോക്യുമെന്റേഷനും കറക്റ്റ് ആവും. മറ്റൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം സാറ് ഡയഗ്നോസിന്റെ കാര്യം പറഞ്ഞു, ഒരു ഡയഗ്നോസിസ് ഇപ്പോൾ ബ്രോങ്കോ ന്യൂമോണിയ അങ്ങനെ എന്തൊക്കെ പാരാമീറ്റർ വേണമെന്നുള്ള എല്ലാ ഡോക്ടറും അറിയണമെന്നില്ല. അപ്പോൾ ആ ഫില്ല് ചെയ്യാത്ത പാരാമീറ്റേഴ്സ് സിസ്റ്റം തിരിച്ച് ചോദിക്കും, ഇന്ന വാല്യൂസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഓക്കെ, നോക്കിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ഇന്ന വാല്യൂസ് എന്തായിരുന്നു എന്ന് വരുമ്പോൾ നമ്മുടെ പ്രൊഗ്നോസിസും സയന്റിഫിക്കലി മാപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ സിസ്റ്റത്തിന് കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് ഉണ്ടാകുന്ന ഒരു കാലവും അതിവിദൂരത അല്ല എന്നാണ്
ഈ മേഖലയിൽ ചെറുതായിട്ടെങ്കിലും വർക്ക് ചെയ്യാൻ തുടങ്ങി എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ എൻ്റെ ആവേശം കൊണ്ട് പറയുന്നതായിരിക്കാം, പക്ഷേ ഇതാണ് എനിക്ക് പ്രാരംഭഘട്ടത്തിൽ പറയാനുള്ളത്. അനിൽ പറഞ്ഞ ചെറുതല്ല, വലിയൊരു കാര്യമാണ്. നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ OP എന്ന് പറയുമ്പോൾ 1,64,00,000 അത് ആലോചിച്ച് നോക്കുക. ഇത് ഇപ്പം പറഞ്ഞ വലിയൊരു കാര്യം, ഈ ഇരിക്കുന്ന 10-60 പേര് നല്ലൊരു ധാരണ ഉണ്ടാവുമല്ലോ ഹോമിയോപ്പതി യഥാർത്ഥത്തിൽ എന്ത് നടക്കും എന്നുള്ളത്. ഓക്കെ, താങ്ക് യു അനിൽ. സരിത് കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സരിത് കുമാർ ഡോക്ടറെ, സരിത് കുമാർ. സരിത് കുമാർ ഡോക്ടറെ. ഓക്കെ. ഇവിടെ മനോഹരൻ ഡോക്ടർ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ്, ഇതിന്റെ സയന്റിഫിക് അടിത്തറ ഇതുവരെയും പ്രൂഫ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ 1 ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ മരുന്ന് മേടിക്കുന്നുണ്ട്, അതിന്റെ റിസർച്ച് പേപ്പറുകളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ മെഡിസിൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു അതിനെക്കുറിച്ച് ഒരു തീരുമാനവും ഇതുവരെയും ഈ നിമിഷം വരെയും ഒരു പ്രൂഫ് ഹാജരാക്കാൻ നമ്മുടെ ഇതിന്റെ അധികാരികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. പല റിസർച്ച് സെന്ററുകളുണ്ട്, അവിടെ ഒന്നും ഇത് സാധിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മുടെ മെഡിസിൻ ശരിയാണെങ്കിൽ കെമിസ്ട്രി തെറ്റാണ് എന്നുള്ള തലത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അത് നമ്മളൊന്ന് ആദ്യം അംഗീകരിക്കണം. പിന്നെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് വെറുതെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിലവിലുള്ള ഒരു ഇത് വെച്ചും ഒരു റിസർച്ച് നമുക്ക് പ്രൂഫ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അസുഖം മാറുന്നു, അത് സ്കാനിങ്ങിലൂടെയും ലാബറട്ടറി ഡാറ്റാസിലൂടെയും നമുക്ക് പ്രൂഫ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് തെളിയിക്കണം. അത് കെമിസ്ട്രിപരമായിട്ട് തന്നെ തെളിയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിൽ മാത്രം റിസർച്ച് ചെയ്യണം. അത് നമ്മുടെ ഡോക്ടർമാരെ കൊണ്ട് സാധിക്കണമെന്നില്ല. അത് ശ്രീധരക്കുറുപ്പ് സാർ പറഞ്ഞ പോലെ അതിനുള്ള സയന്റിസ്റ്റുമാർക്ക് അതിന്റെ വർക്ക് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് അത് പ്രൂഫ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അത് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കോടിക്കണക്കിന് രൂപ കെട്ടിക്ക് വെച്ചിരിക്കുമല്ലേ അവര് കുറെ സെമിനാർ നടത്തി കാശ് കളയുന്നുള്ളതല്ലാതെ ഇത്തരം കാര്യങ്ങൾ അവര് പൈസ മുടക്കണം. സയന്റിസ്റ്റുമാർക്ക് ഇതിന്റെ പണം അനുവദിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യണം. അല്ല നമ്മൾ 5.5 വർഷം ഹോമിയോ കോളേജ് പഠിച്ചിട്ട് പുറത്ത് വന്നിട്ട് നമുക്ക് ഇത് റിസർച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം മനോഹർ ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് ജീവിക്കാനുള്ള പണം ഉണ്ടാക്കണം. അവിടെ നമുക്ക് റിസർച്ചിന് സ്കോപ്പില്ല. റിസർച്ച് ഔദ്യോഗികമായിട്ട് ഫണ്ട് അനുവദിച്ചിട്ട് അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ വരണം. അല്ലാതെ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ മനോഹർ ഡോക്ടർ പറഞ്ഞാൽ പുതിയ തലമുറയുടെ മുമ്പിൽ എന്ത് കാര്യമാണ് നമ്മൾ ഉയർത്തി കാണിക്കുന്നത്? ഞാനിപ്പോൾ യുക്തിവാദി മേഖലകളിലൊക്കെ നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. വർഷങ്ങളായിട്ട് അവിടെ ഹോമിയോപ്പതിയുടെ ഓരോ വർഷങ്ങൾ വരുമ്പോൾ ഞാൻ അവരുടെ ഇടയിൽ തന്നെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അറിയാം എനിക്കൊരു പ്രൂഫ് ഹാജരാക്കാനില്ല. അങ്ങനെ ഒരു പ്രൂഫ് ഹാജരാക്കാമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ പ്രതിഫലം ഇപ്പോൾ തന്നെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രൂഫില്ല. പ്രൂഫ് ഉണ്ടാക്കാൻ കുറിച്ചിയിലെ പോലെയുള്ള റിസർച്ച് സെന്ററുകളാണ് വർക്ക് ചെയ്യേണ്ടത്. അവരാണ് ഇത് ചെയ്യേണ്ടത്. അവർക്ക് ഇന്നലെ നാളെ ഉണ്ടാക്കാൻ പറ്റണം. അല്ല നമ്മൾ കോടിക്കണക്കിന് പേഷ്യൻസിനെ ഡാറ്റ ഹാജരാക്കിയിട്ട് കാര്യമില്ല. സയന്റിഫിക് ലോകത്തിന് മുമ്പിൽ അത് ഹാജരാക്കാൻ നമുക്ക് എന്ന് കഴിയുന്നോ അന്ന് മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. റെജി ഡോക്ടർ സംസാരിക്കാം. റെജി ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ. റെജി ഡോക്ടർ ഉണ്ടോ? ജോർജ് ഡോക്ടർ? ജോർജ് ഡോക്ടർ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ? ധനേഷ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ എന്ന് നോക്കണേ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മനോജ് ഡോക്ടറെ ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. ജോർജ് ഡോക്ടർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഹാൻഡ് റൈസ് ചെയ്യോ? അൺമ്യൂട്ട് ചെയ്ത് തരും. ജോർജ് വർഗീസ്. അൺമ്യൂട്ട് ചെയ്ത് നോക്കൂ. ഓക്കെ. നമസ്കാരം സാറേ. കുറെ സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട്.
ഞാൻ അത്ര സീനിയർ ഒന്നും അല്ല. ഒരു ചെറിയ ഇടക്കാലം കൊണ്ട് ഒരു 10-20 വർഷമായി ഞാനിപ്പോ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. ഞാൻ കുറച്ച് ഈ കമ്പ്യൂട്ടർ പരമായിട്ടുള്ള കുറെ കാര്യങ്ങളില് പറഞ്ഞോളൂ. ഞാൻ കുറെ പ്രാക്ടീസ് തുടങ്ങിയ കാലം മുതലേ റഡാർ പോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കുകയാണ്. ഒരു ഫൈനൽ ഇയർ തൊട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ റഡാർ പോലെ തന്നെ ഉള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെയുള്ള AI നേരത്തെ ഉണ്ട്. നമ്മൾ ഒട്ടും പിന്നിലല്ല എന്ന് പറഞ്ഞ പോലെ AI ഇപ്പോഴല്ല, നേരത്തെ ഉണ്ട്. ഇപ്പൊ പണ്ടത്തെ ഇപ്പൊ ഒരു പുതിയ വീഡിയോ ഒക്കെ വന്നേപ്പിനെയാണ് ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു AI വന്നിട്ടുള്ളൂ. ഇതിനു മുമ്പേ ഏറ്റവും ബേസിക് AI ആയിട്ടുള്ള വലിയൊരു സാധനം നമ്മുടെ റെപ്പട്രി തന്നെയാണ്. റെപ്പട്രി പോലെയുള്ള ഒരു AI അത് ആക്ച്വലി ബിഗിനിങ് തൊട്ടേ നമുക്ക് കമ്പ്യൂട്ടർ വൽക്കരണം ആരംഭിച്ചപ്പോഴേ തൊട്ട് തന്നെ നമ്മുടെ ഹോമിയോപ്പതിയിൽ ഈ പറയുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ റഡാർ പോലെ തന്നെയുള്ള വേറെയും സോഫ്റ്റ്വെയർസ് ഉണ്ട്. എല്ലാത്തിലും നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. നേരത്തെ AI ആയിട്ടുള്ള ChatGPT ആയാലും നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഹോമിയോപ്പതിയെ കുറിച്ച് ചോദിച്ചാൽ ഹോമിയോപ്പതിയെ കുറിച്ച് കിട്ടും. ഹോമിയോപ്പതി വേഴ്സസ് അലോപ്പതി ചോദിച്ചാൽ ഹോമിയോപ്പതി വേഴ്സസ് അലോപ്പതി കിട്ടും. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത റൂബ്രിക് എന്താണോ അതനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഈ ഹോമിയോപ്പതി എപ്പോഴും ഒരു ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞതിന്റെ ആർട്ട് എപ്പോഴും നിലനിൽക്കും. ആർട്ട് ഇല്ലാതെ ഒരിക്കലും ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. AI ഒരു സഹായി മാത്രമാണ്. ഈ സഹായി ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമുക്കിപ്പോ റഡാർ തുറന്നു വെച്ചാലും ഇപ്പോഴും എന്റെ ഫ്രണ്ടിൽ കമ്പ്യൂട്ടർ റഡാറും കംപ്ലീറ്റ് റെപ്പട്രി തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് റഡാറ് കംപ്ലീറ്റ് റെപ്പട്രി എന്ന് പറഞ്ഞ പുതിയ റെപ്പട്രി ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ വെറുതെ നമ്മളൊരു വാക്കടിച്ചാൽ തന്നെ നമുക്ക് ഫുൾ ഇപ്പൊ തന്നെ കിട്ടുന്നുണ്ട്. ഇതിനെ AI ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു വോയിസ് മോഡുലേഷനെ പിടിച്ച് ടെക്സ്റ്റ് ആക്കിയിട്ട് ടെക്സ്റ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളൊരു മെക്കാനിസം മാത്രമേ ആകാനുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോഴേ ഉണ്ട്. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ കംപ്ലീറ്റ് റെപ്പട്രി ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വെറുതെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റൂബ്രിക്കാ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം മേശപ്പുറത്താണ്. നമുക്ക് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ എന്ത് റൂബ്രിക് പോവർട്ടി എന്ന് വെറുതെ അടിച്ചു കഴിഞ്ഞാലും പോവർട്ടി ആരുടെയെന്ന് വെച്ചിട്ട് മുഴുവൻ റൂബ്രിക്കുകൾ നമ്മുടെ റെപ്പട്രിയിലുള്ള എല്ലാ പോവർട്ടികളും അവിടെ ലിസ്റ്റ് ചെയ്യും. ഒരു മെറ്റീരിയൽ എടുക്കുക, വെറുതെ ഒരു വാക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് മുഴുവൻ ലിസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഡോക്ടറുടെ എബിലിറ്റി വെച്ചിട്ട് അതുകൂടെ ഒരു കലയും കൂടി ചേർത്താൽ മാത്രമേ പ്രിസ്ക്രിപ്ഷൻ പെർഫെക്റ്റ് ആവുള്ളൂ. ഒരു AIയും എൻ്റെ അറിവില് എത്ര ഫ്യൂച്ചർ ആയാലും തരുന്ന റിസൾട്ട് കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ചായിരിക്കുള്ളൂ. അപ്പൊ എങ്ങനെ AI വർക്ക് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത് കുറെ കോഡ്, കുറെ അതിനുള്ള കുറച്ച് നമ്മൾ പണ്ടൊക്കെ നമ്മൾ എന്താ ഇതിന് പറയാ, ഫ്ലോ ചാർട്ട് എന്ന് പറയില്ലേ. പണ്ട് കാലത്തൊക്കെ നമ്മൾ മാത്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫ്ലോ ചാർട്ട്, ഇഫ് ദിസ് ഇസ് എസ് ആണെങ്കിൽ ഇങ്ങോട്ട് പോകാം, നോ ആണെങ്കിൽ അത് അങ്ങോട്ട് പോകാം. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന കമാൻഡുകളെ യെസും നോയുമായിട്ട് മാറ്റിയിട്ട് കിട്ടുന്ന റിസൾട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും വാല്യൂ. അപ്പൊ ഓരോ ഡോക്ടർ ഇട്ട് കൊടുക്കുന്ന റിസൾട്ട് കിട്ടുന്ന റിസൾട്ടിനെ ബാധിക്കും. ഇൻപുട്ട് എപ്പോഴും ഔട്ട്പുട്ട് തരുന്ന ഇൻപുട്ട് കറക്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടേ കിട്ടത്തുള്ളൂ. ഇവിടെ അൾട്ടിമേറ്റ്ലി ഇതൊരു കലയായിട്ട് വരും, ഒരു ആർട്ടായിട്ട് വരും. ഹോമിയോപ്പതിയുടെ ആർട്ട് എടുത്തു കളഞ്ഞാൽ പിന്നെ ഹോമിയോപ്പതി ഇല്ല. അപ്പൊ AI വരട്ടെ, AI നല്ലതാണ്. അത് ഈസ് ഓഫ് ടാസ്ക്, അത് ടാസ്കിനെ എളുപ്പമാക്കുക എന്നുള്ളത് മാത്രമാണ് AI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ 2002 തൊട്ടിട്ട് റഡാറ് ഉപയോഗിക്കുന്ന ഒരാളാണ്, ഒഫീഷ്യലി ലൈസൻസ്ഡ് റഡാറ്. അത് ഫസ്റ്റ് പേഷ്യന്റ് മുതലേ എൻ്റെ കയ്യില് എൻ്റെ ഇപ്പോഴും ഡിജിറ്റലൈസ്ഡ് ആണ് കോപ്പി. പണ്ട് കുറെ കാലം ഹാർഡ് കോപ്പി എഴുതിയിരുന്നു, പിന്നെ കംപ്ലീറ്റ്ലി ഹാർഡ് കോപ്പി മാറ്റി ഇപ്പൊ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് ആണ്. അത് ഇത്രയും വർഷത്തെ ഡാറ്റയും എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പൊ അവര് വന്ന ഇവിടുന്ന് 10 വർഷം മുമ്പ് കഴിച്ച മരുന്ന് പോലും എൻ്റെ ഒരു ക്ലിക്ക് ഓഫ് ദ ബട്ടണിൽ എനിക്ക് കിട്ടണേണ്. അപ്പൊ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. അപ്പൊ AI വരുമ്പോൾ അത് ഗുണമാവുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ നോർമൽ വരുന്ന ലോക്കൽ ലാംഗ്വേജിനെ നമ്മുടെ റെപ്പർട്ടോറിയൽ ലാംഗ്വേജ് ആയിട്ട് മാറ്റിത്തരാനായിട്ടാണ് AI ഏറ്റവും കൂടുതൽ ആവശ്യം വരിക. രണ്ടാമത് നേരത്തെ ഡയഗ്നോസിസിന്റെ കേസ് പറഞ്ഞു. അതിപ്പോ റഡാറിൽ വന്നില്ലെങ്കിലും ഒരുപാട് സോഫ്റ്റ്വെയർ അല്ലാണ്ടും ഉണ്ട്. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് തരുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇപ്പോഴും നിലവിലുണ്ട്. നമ്മൾ 4 സിംറ്റം അടിച്ചു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ഡയഗ്നോസിസ് ഏത് അസുഖത്തിനെന്ന് എഴുതി വരും. അതും ഇപ്പോഴും ആക്ച്വലി ഇറ്റ് ഈസ് ഒരു വലിയൊരു ടാസ്ക് അല്ല, അത് ഇപ്പോഴേ ഉണ്ട്. ഒരു 4 സിംറ്റം തന്നാൽ
ആ സോഫ്റ്റ്വെയറിൽ ഇട്ടാൽ ഇതൊക്കെയാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് വരാവുന്നതെന്ന് ഈവൻ ഗൂഗിൾ പോലും പറഞ്ഞു തരും. അപ്പൊ അതിനൊന്നും പ്രത്യേകിച്ച് എൻ്റെ അറിവില് വേറെ എഐന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ എ വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു പേഷ്യന്റ് നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോൾ ആ പേഷ്യന്റ് പറയുന്ന വിവരങ്ങൾ വെച്ച് ഉടൻ തന്നെ നമുക്ക് റെപ്പർട്ടോറിയൽ ആയിട്ട് റിസൾട്ട് വരുത്തുന്ന ഒരു മെക്കാനിസം, അതായിരിക്കും എ ഐ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിന് കുറെ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്യണം. ഇതൊക്കെ ഒരുപാട് ശ്രമമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഈവൺ ഇപ്പൊ ജെമിനിക്കായാലും, ജെമിനി ഇപ്പോ ഗൂഗിൾ ഇറക്കിയതാണെങ്കിലും ഇപ്പൊ തന്നെ വലിയ മണ്ടത്തരങ്ങളൊക്കെയാണ്. ഒരെണ്ണം ചോദിച്ചാൽ തരുന്ന ആൻസർ വേറെ ആയിരിക്കും. അപ്പൊ ചെറിയൊരു കോഡ് മാറിയാൽ തന്നെ ഇതെല്ലാം മാറ്റങ്ങൾ വരും. എ ഐ വരട്ടെ എന്നുള്ള നമുക്ക് ശുഭപ്രതീക്ഷയിൽ പോവാം. പക്ഷെ ഞാൻ ഇപ്പോഴേ പറയും, ഓൾമോസ്റ്റ് നമുക്ക് ഈ റെപ്പർട്ടറി എന്ന് പറയുന്ന സാധനം തന്നെ ഒരു വലിയൊരു എ ഐ പോലെ തന്നെയാണ്. ഇത്രയും സെർച്ചിങ് ഫെസിലിറ്റി ഉള്ള ഒരു മെഡിക്കൽ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവില്ല. ഇത്രയും ഇതായിട്ടുള്ള ഒരു കംപ്ലീറ്റ് റെപ്പർട്ടറി എന്ന റെപ്പർട്ടറി ഉണ്ട്, ഈ പറഞ്ഞ ഹോംപത്ത് ഉണ്ട്, ഈ പറഞ്ഞ റഡാർ ഉണ്ട്. ഇതെല്ലാം മൂന്ന് തലത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഒന്നിലും മെച്ചമാണെന്ന് വേണം പറയാനായിട്ട്. ഇത്രയും എനിക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളൂ. താങ്ക് യു. നന്ദി ഡോക്ടറെ. ഇനി ഹരിഹരൻ സാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിന് എന്തെങ്കിലും സംസാരിക്കുന്നു? ഹരിഹരൻ സാറ്, ഹരിഹരൻ സാറ് സംസാരിക്കുന്നുണ്ടോ സാറേ? ധനേഷ് ഡോക്ടർ സംസാരിക്കാം. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു വിഷയവുമായി വേദിയിൽ വരികയും അതിൽ ഒത്തിരി ചർച്ചകളിലോട്ട് കൊണ്ടുപോകാനും പറ്റിയത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം അതിന്റെ രണ്ടാം ഭാഗം തന്നെയാണ് നാളെ മനോഹരൻ ഡോക്ടർ ഈ വേദിക്ക് സമ്മാനിക്കുന്നത്. അപ്പൊ അതിന്റെ രണ്ടാം ഭാഗത്തിൽ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസയോട് കാത്തിരിക്കുകയാണ്. കാരണം ഇതിലെ ഇപ്പൊ തന്നെ ജോർജ് വർഗീസ് പറഞ്ഞ പോലെ നമ്മളുടെ റെപ്പർട്ടറി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. കാരണം ഈ ഇതൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ അതേ രീതിയിൽ അണിയിച്ചൊരുക്കിയ ഒരു സംവിധാനമാണ് നമ്മുടെ റെപ്പർട്ടറി. അത് മറ്റൊരു പ്രൊഫഷണലിലും മറ്റൊരു മേഖലയിലും ഇല്ല. അലോപ്പതിയിലോ ആയുർവേദത്തിലോ ഒന്നുമില്ല. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇത് എന്താണെന്ന് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഇതൊന്നും ഇതുപോലുള്ള ശാസ്ത്രലോകത്തിന്റെ മുമ്പിൽ കാണിക്കാനും നമുക്ക് പറ്റിയിട്ടില്ല. അതല്ലെങ്കിൽ ഈവൻ അലോപ്പതി ഡോക്ടർമാർ പോലും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള ഒരു സയന്റിഫിക് ബേസ് ഹോമിയോപ്പതിയുടെ പുറകിലുണ്ടെന്നും ഹോമിയോപ്പതിയിൽ ഒരു മാത്തമാറ്റിക്സ് തിയറി പോലെ തന്നെ നമുക്ക് രോഗവിവരങ്ങൾ കേട്ടതിന് ശേഷം മെഡിസിൻ ചൂസ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് ഉള്ളതെന്നും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടെ വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ ഹോമിയോപ്പതിയുടെ സയന്റിഫിസിറ്റി കുറെ കൂടി ആൾക്കാരുടെ അടുത്ത് എത്തിച്ചു കൊടുക്കാനും നമുക്കാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ പുരോഗമനപരമായ എല്ലാ കാര്യങ്ങളെയും നമുക്ക് അതിനായി കാതോർക്കാം. തീർച്ചയായും ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ തന്നെ ഹോമിയോപ്പതി നിലനിൽക്കും. അത് ഏതൊക്കെ പുതിയ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയാലും അതെല്ലാം ഹോമിയോപ്പതിക്ക് ഗുണകരമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാർ കൂടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ മനോഹരൻ ഡോക്ടർ തുടങ്ങി വെച്ച ഈ സംരംഭം നമുക്കെല്ലാവർക്കും ഏറ്റെടുത്തുകൊണ്ട് ഇതെങ്ങനെ പൊതുജനങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ എത്തിക്കാൻ പറ്റും എന്നതിനുള്ള കൂട്ടായ ശ്രമം കൂടി നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡോക്ടർക്ക് അഭിനന്ദനങ്ങളും അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെയുള്ള വേദിയിൽ എല്ലാവരും എത്തണമെന്നും ഇതുപോലുള്ള ചർച്ചകൾ വിമർശനാത്മകരമായ ചർച്ചകൾ തന്നെയാണ് നമുക്ക് ആവശ്യം. അതിലൂടെയാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ശാസ്ത്രത്തെ നല്ല അത്യുന്നതങ്ങളിൽ എത്തിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി ധനേഷ് ഡോക്ടറെ. അങ്ങനെ ഇന്നത്തെ 1277 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്തുവാൻ സാധിച്ചു. ഈ ക്ലാസ് നടത്തിയ NK മനോഹരൻ ഡോക്ടറെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ മനോജ് ശ്രീധരക്കുറുപ്പ് സാറ്, സലീം കുമാർ ഡോക്ടർ, അതുപോലെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എത്തിയ
അനിൽ SK ഡോക്ടർ, ജോർജ് ഡോക്ടർ, റെജി ഡോക്ടർക്ക് സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ ശരത് കുമാർ ഡോക്ടർ, ഡോക്ടർ ധനേഷ്, എല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. നാളത്തെ ഇതുപോലെ 9 മണിക്ക് നടക്കുന്ന സെക്ഷനിലും എല്ലാവരും എത്തണമെന്ന് ഒരിക്കൽ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും റജികുമാർ സാർ ഡോക്ടർ പ്രത്യേകിച്ച് നാളെ ഇതിൽ വന്ന് അഭിപ്രായം പറയണം. ഇന്ന് സമയം അതിക്രമിച്ചത് കൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. ഇന്നത്തെ ഈ ഒരു സൂം വെബിനാർ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.